ഞങ്ങൾ വന്ന് പ്ലാന്റ് ചെയ്ത് തരുന്നത് ഇതേപോലുള്ള ബാരൽ. ഇതൊരു 20 വർഷത്തോളം ഗ്യാരണ്ടിയാണ്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്ലാന്റ്സ് ആണ് കിട്ടുന്നത്. അവർ പറയുന്ന അതേ കാലയളവിൽ തന്നെ അത് കായ്ക്കുന്നതാണെങ്കിൽ കായ്ക്കുന്നുമുണ്ട്. നേഴ്സറി ഇഷ്ടപ്പെട്ടു. നല്ല ലൊക്കേഷനാണ്, പെട്ടെന്ന് കിട്ടും നമുക്ക്. ഇപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് സാറിന് കായ്ക്കുന്നുണ്ടായിരുന്നു. അതനുസരിച്ചാണ് വന്നത്. കൊള്ളാം, നല്ല കളക്ഷൻസ് ഉണ്ട്. ഒരു വർഷത്തിൽ എല്ലായ്പ്പോഴും ചക്ക കായ്ക്കുന്ന ഒരു വെറൈറ്റി പ്ലാവാണ് ഈ വിയന്ന സൂപ്പർ എർലി പ്ലാവ്. ഇത് 35 രൂപയ്ക്കാണ് ഞാൻ ഏകദേശം 1.5 വർഷം കൊണ്ട് നമ്മുടെ നഴ്സറിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേൾഡിൽ നമ്പർ 1 എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വിലയുള്ള മാവാണ് ഈ മിയാസാക്കി മാവ്. മിയാസാക്കി മാവിൻ്റെ 2 കളർ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ 1 കിലോ മാമ്പഴത്തിന് 3 ലക്ഷം രൂപയോളം വിലയുണ്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഇതിൻ്റെ ഒക്കെ വീഡിയോകൾ വരാറുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ളതെന്ന് പറഞ്ഞാൽ പുതിയ വീട് വെച്ച് പാല് കാച്ചുന്ന ടൈമിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആൾക്കാർ ധാരാളം വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു വെറൈറ്റിയാണ് മിയാസാക്കി. ഈ കാണുന്നത് നമ്മുടെ കപ്പൽ ഫ്രൂട്ട്. പണ്ട് ഇന്തോനേഷ്യയിൽ രാജകൊട്ടാരത്തിൽ മാത്രമേ നടാൻ പാടുള്ളായിരുന്നുള്ളൂ. ജെല്ല് പോലത്തെ ഒരു ഫ്രൂട്ടാണ്. അത് ഐസ്ക്രീം കഴിച്ചതുപോലെ ഇരിക്കും. ഈ കാണുന്നത് സ്റ്റാർ ഫ്രൂട്ട്. സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ പണ്ട് ആനപ്പുളിച്ചിക്ക എന്നൊക്കെ പറയും. പക്ഷേ അതല്ല. ഇതിൻ്റെ ജ്യൂസ് കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ്. ഈ കാണുന്നത് നമ്മുടെ പ്ലാവിൻ്റെ രാജാവ്. ഇത് ഫിലിപ്പീൻസിൻ്റെതാണ്. ഈ കാണുന്നത് ഇസ്രായേൽ ഓറഞ്ച്. നമ്മൾ ഒരെണ്ണം ഇങ്ങനെ വായിലിട്ട് ചവച്ച് പൊട്ടിച്ചത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കഴിച്ചിട്ട് പല്ല് ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. വായ്നാറ്റം മാറാനും നമുക്കൊരു ഫ്രഷ്നസ് കിട്ടാനും വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റൊക്കെ ധാരാളം ഉള്ളതാണ്. ഈ ഇരിക്കുന്നത് ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ഒരു വെറൈറ്റി പെടുന്ന പ്ലാന്റാണ്. മാവ് ദാണ്ട ബാരൽ വെച്ച് കാച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. കൃഷി മിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരുവനന്തപുരത്തുള്ള ഗ്രീൻസ് നഴ്സറിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നിവിടെ വരാനൊരു പ്രത്യേക ഒരു കാരണമുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഇന്ന് ഈ വീഡിയോ വരാൻ വേണ്ടി പോകുന്നത്. കാരണം ഗ്രീൻസ് നഴ്സറി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള നമ്പർ 1 നഴ്സറികളിലൊന്നാണ്. നമ്മുടെ ഗ്രീൻസ് നഴ്സറി ഇപ്പോൾ എക്സ്റ്റൻഷൻ്റെ പാതയിലാണ്. വെറും 50 സെൻറ്റിൽ തുടങ്ങിയ ഒരു നഴ്സറിയാണ് ഗ്രീൻസ് നഴ്സറി എന്ന് പറയുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സിൻ്റെ വിലയൊക്കെ നന്നായിട്ട് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് ജനങ്ങൾ എത്തിക്കുക എന്ന രീതിയായിരുന്നു ഈ ഗ്രീൻസ് നഴ്സറി പൊതുവെ സ്വീകരിച്ചിരുന്നത്. പ്ലാന്റ്സിൻ്റെ വിലക്കുറവും ക്വാളിറ്റിയും കൊണ്ട് മാത്രമല്ല ഗ്രീൻസ് നഴ്സറി ശ്രദ്ധേയമാവുന്നത്. മറ്റൊരു കാരണം കൂടെയുണ്ട്. വിയന്ന സൂപ്പർ എർലി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നമ്മുടെ എപ്പോഴും ചക്ക കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണത്. അപ്പോൾ അത് ഒരുപാട് നഴ്സറിക്കാർ നല്ല കൊള്ള ലാഭം എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഗ്രീൻസ് നഴ്സറി വരുന്ന സമയത്ത് എല്ലാവരിലേക്കും ഈ പ്ലാന്റ് മിതമായ നിരക്കിൽ എത്തട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതിൻ്റെ ഓണർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ 30 രൂപ 35 രൂപ ആ ഒരു റേഞ്ചിലേക്ക് ഇതിൻ്റെ വില കൊണ്ടുവന്നു. മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു വെറൈറ്റി എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് ഇന്നും തുടർന്ന് പോവുകയാണ്. ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയിൽ പോലും അതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് എന്താണെന്ന് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് നല്ല നല്ല ഓഫറുകളൊക്കെ കൊടുത്തിട്ട് മുന്നോട്ട് വന്ന് ഇപ്പോൾ 50 സെൻറ്റിൽ തുടങ്ങിയ നഴ്സറി ഇപ്പോൾ 4 ഏക്കറിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ ഒരു സ്ഥലവും കൂടെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള വലിയ പ്ലാന്റ്സ്, കായ്ച്ച് നിൽക്കുന്ന വലിയ പ്ലാന്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി ഇവിടെ വരാം. ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ വരികയാണെങ്കിൽ, ഇപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ ഏറ്റവും നല്ല പ്ലാന്റ്സ് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഗ്രീൻസ് നഴ്സറിയെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം. എന്നാലും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണർ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ സാർ എങ്ങനെയാണ് കാര്യങ്ങൾ? നല്ല ഹാപ്പിയാണല്ലോ? നല്ല ഹാപ്പിയാണ്. എന്താ പുതിയ വിശേഷം? എന്താ നമ്മൾ വിളിക്കാനുള്ള കാരണം എന്താ? ഞാനിപ്പോൾ ഈ നഴ്സറി ഒരു 50 സെൻറ്റിൽ തുടങ്ങിയിട്ട് 5 വർഷമായി ഇവിടെ. 50 സെൻറ്റിലാണ് ഞാൻ. അന്ന് മുതൽ ഞങ്ങൾ കൂടെ ഉണ്ട്. അതെ. തുടക്കം മുതലേ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ സംരക്ഷകൻ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാം ചേട്ടാ ഒരുപാട് നഴ്സറി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, ഇത്രയധികം ജനങ്ങളിലോട്ട് എത്തിയതിൻ്റെ കാരണം വെച്ചാൽ ഇപ്പോൾ ആരും അറിയപ്പെടാത്തൊരു ഏരിയ ആയിരുന്നു നമ്മുടെ ഈ നഴ്സറി. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം നമ്മുടെ ഗ്രീൻസ് നഴ്സറി. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് നമ്മുടെ ഇത്രയും പ്രൊമോഷൻ ആയെന്നുള്ള കാര്യങ്ങൾ. അല്ല, ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു നന്ദി നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സ്നേഹിക്കുന്ന, നമ്മുടെ ചാനൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ലതല്ലെങ്കിൽ എത്രയൊക്കെ പ്രൊമോഷൻ കൊടുത്തത് അല്ലെങ്കിൽ എത്രയൊക്കെ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാലും ആൾക്കാർ ഒരു പരിധി കഴിയുമ്പോൾ തള്ളിക്കളയും. പക്ഷേ ഇത് ഇന്നും ഓരോ തവണ വരുമ്പോഴേക്കും ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട്. അപ്പോൾ അതിൽ തന്നെ ഒത്തിരി പേർ, അല്ലേ, എത്ര ഗ്രൂപ്പുണ്ട്, ഒത്തിരി സ്ഥിരം കസ്റ്റമേഴ്സ് ഒത്തിരി പേർ. ഒരു പുതിയ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൽ ആ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആൾ വരും. അത്രയും നല്ല രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ
ഇന്ന് പറയാനുള്ളത് നമ്മുടെ 50 സെന്റിൽ തുടങ്ങി ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ 4 ഏക്കറുള്ള സ്ഥലമായി. 4 ഏക്കറോളം സ്ഥലമായി. ഞാനും എൻ്റെ ഒരു സുഹൃത്തിനെ കൂടെ ഞാൻ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ അത് ഇപ്പോൾ 30ഓളം സ്റ്റാഫുണ്ട്. 30ഓളം സ്റ്റാഫുണ്ട്. 4 ഏക്കറുള്ള സ്ഥലമായി. മിക്കവാറും ഒരാഴ്ച 2-3 ലോഡ്. ഇപ്പോൾ ലോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലത്തെ വലിയ ടോർസൽ ലോറിയിൽ ആഴ്ചയിൽ 2-3 ലോഡ് സാധനം ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അതിനനുസരിച്ചുള്ള അത്രയും ചിലവുണ്ട്. തമിഴ്നാട്, കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെയുള്ള ആൾക്കാർ വന്ന് നമുക്ക് കൂടുതലുള്ളത് വലിയ പ്ലാന്റുകളാണ്, ചെറുതല്ല. ചെടികളില്ല, ചെടിയൊന്നുമില്ല. ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഇന്ന് കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും നല്ല എല്ലാ വെറൈറ്റികളുണ്ട്. എല്ലാ വെറൈറ്റിയും നമ്മളിവിടെ ഇരിക്കുന്ന മിക്ക പ്ലാന്റിൻ്റെയും വലിയ പ്ലാന്റുകളെല്ലാം ഫ്രൂട്ടായ പ്ലാന്റുകളാണ്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വലിയ മരം പോലുള്ള ഏകദേശം 10 അടി കൂടുതൽ ഹൈറ്റുള്ള കാച്ച് തുടങ്ങിയ പ്ലാന്റുകൾ ധാരാളം ഉണ്ട് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ. അതുകൊണ്ടാണ് ആൾക്കാർ വളരെ ദൂരത്ത് നിന്ന് വരെ വരുന്നത്. അതായത് നട്ടിട്ട് ഒരുപാട് നാൾ കാത്തിരിക്കണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് നടുമ്പോൾ തന്നെ അവർക്ക് ഡ്രമ്മിലും അതെ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ ട്രിവാൻഡ്രത്തും പല ഭാഗങ്ങളിലുമായിട്ട് ട്രിവാൻഡ്രം ജില്ലയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ബാരൽ സെറ്റ് ചെയ്ത് വീടുകളിൽ നമ്മുടെ വാഹനത്തിൽ കയറ്റി വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായാലും മുറ്റത്തായാലും നമ്മൾ തന്നെ നമ്മുടെ പണിക്കാർ പോയിട്ട് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവിടെ വിലകൾ സ്റ്റാർട്ട് ചെയ്ത് വെറും 10 രൂപ മുതലാണ്. ശരിയല്ലേ? ഞാൻ 10 രൂപ മുതൽ 15 വരെ വരെയുള്ള പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള പ്രൈസ് റേഞ്ചിലുള്ള പ്ലാൻസ് സെലക്ട് ചെയ്യുക, ഡ്രം സെലക്ട് ചെയ്യുക, വളം ഏതൊക്കെയാണെന്ന് ഇവർ ചോദിക്കുക. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇതെല്ലാം കൊണ്ട് ഇവർ സൈറ്റിലോട്ട് വരും. സൈറ്റിലോട്ട് വന്നിട്ട് പ്ലാന്റിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഡ്രമ്മിൽ അവർ സെറ്റ് ചെയ്ത്, അതിപ്പോൾ ടെറസിൻ്റെ മുകളിലായാലും ഇപ്പോൾ ബാൽക്കണിയിലായാലും എവിടെയാണെങ്കിലും മുറ്റത്തായാലും എവിടെയാണെങ്കിലും നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഇതിന് അഡീഷണൽ ചാർജ് ഒന്നും വാങ്ങുന്നില്ല. നമ്മുടെ പ്ലാന്റിന്റെ വില പണിക്കും അല്ലേ? ഇത് അല്ല വേറെ കമ്മീഷൻ അങ്ങനെയൊന്നുമില്ല, അതൊന്നും ചെയ്യില്ല. കൂടെ ചാനൽ കാണുന്ന ഒത്തിരി പേര് ചോദിച്ച കാര്യമാണ് പ്ലാന്റേഷൻ ചെയ്യുന്ന അധിക ചാർജ് ഒന്നും ഈടാക്കാതെ നല്ല ടീമിന് അല്ലെങ്കിൽ നല്ല നേഴ്സറി പരിചയപ്പെടുത്തും എന്നുള്ള കാര്യം. നമ്മുടെ ഗ്രീൻസ് നേഴ്സറി പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്ര ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും ഞങ്ങളുടെ പണിക്കാരും JCB കിറ്റച്ചിയൊക്കെ ആയിട്ട് വന്ന് ആ പ്ലാന്റ് ആ രീതി അനുസരിച്ച് നമ്മൾ കളച്ച് അതിൻ്റേതായ പ്ലോട്ടിന് അതിൻ്റേതായ രീതി അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെള്ളത്തിൻ്റെ സൗകര്യം അതെന്താണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ തന്നെ പ്ലാന്റ് കൊണ്ടുവന്ന് നമ്മൾ തന്നെ അത് എല്ലാം പ്ലാന്റ് ചെയ്ത് തരുന്നതാണ്. അതിന് അധികം ചാർജുകളായിട്ട് നമ്മൾ ഈടാക്കുന്നില്ല. വരുന്ന പണിക്കാരുടെ പൈസ JCB കിറ്റാച്ചി അതിൻ്റെ വാടക മണിക്കൂർ കൂടെ അത് മാത്രമേ ഞങ്ങൾ ഈടാക്കുന്നു. പിന്നെ നമ്മുടെ പ്ലാന്റ്സിന്റെ പൈസ, പണിക്കാരുടെയും കമ്മീഷൻ ചെയ്ത് നിങ്ങൾ സാധാരണ വർക്ക് കൊടുക്കുമ്പോൾ വാങ്ങുന്ന കമ്മീഷൻ അഡീഷണൽ ചാർജ് അതൊന്നുമില്ല. അതൊന്നും വാങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് നഴ്സറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്തിട്ട് പ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ അത് വേറെ ആളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരാളെ ഏൽപ്പിക്കുക. അതെന്തായാലും കമ്മീഷൻ എടുത്തിട്ട് അവർ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ നഴ്സറി ഒന്ന് പർച്ചേസ് ചെയ്യുക, ഇവർ തന്നെ എല്ലാ കാര്യത്തിലും ഇവിടെ ആളുണ്ട്. കമ്മീഷൻ എടുക്കാതെ ഈ പണിക്കൂലി മാത്രം കൊടുത്താൽ മതി. പണിക്കൂലി ഇതിൻ്റെ കാശ് അതിൻ്റെ മാത്രം കൊടുത്താൽ മതി. നിങ്ങളുടെ സൈറ്റിൽ വന്ന് എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ചെയ്തു തരും. പിന്നെ മെയിൻ്റെനൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ അത് ഇടയ്ക്ക് നമ്മൾ പോയി നോക്കി അതിൻ്റെ മരുന്ന് എന്തെങ്കിലും ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. വളം ചെയ്യേണ്ട ടൈം ആകുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി അത് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ഇപ്പോൾ ഒത്തിരി സൈറ്റിൻ്റെ വർക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, അത് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ അത് പോയി നോക്കില്ല. നിങ്ങൾ ഇവിടെ വന്ന് പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യണം. ചെറുതാണോ വലുതാണോ വിലയും കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ആയിരിക്കും. അതെ, പിന്നെ ഒരു പരാതി വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ആയിരിക്കും ഞങ്ങൾ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്ത് തരുന്നത്. ഓക്കെ. ഇപ്പോൾ ഒത്തിരി ധാരാളം നമുക്ക് പോയി എല്ലാം ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഇപ്പോൾ അതെ ഒത്തിരി വർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അതിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അതിൽ കുറച്ച് പ്ലാന്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതിന്റെ കാര്യങ്ങൾ ഒരു സൈറ്റ് വരെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഫുൾ ഒരു സൈറ്റ് നമ്മൾ അതെ. അപ്പോൾ അതിന്റെ ആ ഒരു വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് പ്ലാന്റേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഗ്രീൻസ് നേഴ്സറിയുടെ കാര്യം. പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ നേഴ്സറി തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ്, കറക്റ്റായിട്ട് എവിടെയാണ്? ഞാൻ നമ്മുടെ നേഴ്സറിയുടെ ലൊക്കേഷൻ വ്യക്തമായിട്ടൊന്ന് പറയാം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര അമരവള റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. അമരവള റെയിൽവേ സ്റ്റേഷനിൽ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡുമായിട്ട് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അതായത് അമരവള ചെക്ക് പോസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കാണ് കണ്ണൻകുഴിയിലാണ് ഈ അമരവള റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത്. അവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസ് കഴിഞ്ഞ് തൊട്ടും ഒരു 100 മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് വലതുവശത്ത് വയൽ, ഇടതുവശത്ത് നേഴ്സറി. പലരും വഴി ചോദിച്ചിട്ട് ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ട്. നാഷണൽ ഹൈവേയുടെ സൈഡിലല്ല, ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം. ഇനി ലൊക്കേഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നേഴ്സറിയുടെ ലൊക്കേഷൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൊക്കേഷൻ ഒന്ന് കൊടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ ഇവിടെ എത്താൻ സാധിക്കും. പിന്നെ ഇപ്പോൾ കമൻറ്റ് സെക്ഷൻ ഒന്നും എടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുന്ന നമ്പറിൽ ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി. ഇങ്ങനെ അതുവഴി കാര്യങ്ങളെല്ലാം എല്ലാം അയച്ചു കൊടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് ഈ കമൻറ്റ് സെക്ഷനിലൊക്കെ ഞങ്ങൾ ആഡ് ചെയ്താലും അയ്യോ അഡ്രസ്സ് ഇല്ലല്ലോ, ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറഞ്ഞത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും നമ്പർ ഉണ്ടാവും. കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും ഞങ്ങൾ അതുൾപ്പെടെ തന്നെയാണ് എല്ലാ വീഡിയോയും ചെയ്യാറ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് എന്താണ് ബെനിഫിറ്റ്? ഈ വരുന്നവർക്ക് ആരും നമ്മുടെ പ്ലാന്റുകൾ കണ്ട് ഇഷ്ടപ്പെടാതെ പോകുന്നില്ല. ചെറുത് മുതൽ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ, അതായത് തേങ്ങ കാച്ചിരിക്കുന്ന തെങ്ങ് വരെ ഇപ്പോൾ ബാരലുണ്ട്. ഇന്ന് കിട്ടാവുന്ന വെച്ച് ഏറ്റവും വലിയ തേങ്ങ ശ്രീലങ്കൻ്റെ പ്രത്യേക വെറൈറ്റി. അത് നമ്മുടെ നഴ്സറിയിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു നഴ്സറിയിൽ ഇല്ല, സാധനം എത്തിപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ അത് ശ്രീലങ്കൻ്റെ ആ ഒരു വെറൈറ്റി തേങ്ങ നമ്മുടെ നഴ്സറിയിൽ മാത്രമേ അത് സെയിലിനായിട്ടുള്ളൂ.
കഴിഞ്ഞൊരു വീഡിയോയിൽ ഡ്രമ്മിൽ തെങ്ങ് കായ്പ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വെറൈറ്റി പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് കായ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര്, കാരണം നമ്മളങ്ങനെ അത് കണ്ട് ശീലിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കായ്ക്കില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിരുന്നു. പക്ഷേ ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഇദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കോമൺ എപ്പിസോഡാണ്. തെങ്ങിൻ്റെ മാത്രമായിട്ട് ഈ ഒരു കാര്യം ഒരുപാട് പേരിലേക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മാത്രം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ കാണണം. അപ്പോൾ ഒത്തിരി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് പഴയതിനേക്കാളൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല പ്ലാന്റ്, നമ്മുടെ പ്ലാന്റ് കണ്ടാൽ അറിയാം, അതൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും നല്ല പച്ചപ്പുള്ളതും പുഷ്ടിയുള്ളതും എനർജി ആയിട്ടുള്ള രോഗബാധിക്കത്തില്ലാത്ത ഏറ്റവും നല്ല പ്ലാന്റുകൾ മാത്രമേ നമ്മളിവിടെ സെയിലിനായിട്ട് വയ്ക്കാറുള്ളൂ. ഓക്കെ, നമുക്ക് പുതിയ കളക്ഷനൊക്കെ ഒന്ന് കാണാം. നമ്മുടെ പുതിയ ഏരിയയിലോട്ട് വലിയ പ്ലാന്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതൊന്ന് കാണാം. ശരി. പ്ലാന്റിന്റെ ക്വാളിറ്റി ഭംഗി എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പറ്റില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. നമ്മുടെ നഴ്സറിയിലെ പുതിയ എക്സ്റ്റൻഷൻ ഏരിയയിലേക്ക് ഇന്ന് വന്ന ലോഡാണ്. അതിൽ കണ്ടില്ലേ, കാച്ച് തുടങ്ങിയ ഏറ്റവും വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇത് അബിയുവിൻ്റെ കാവുള്ളതാണ്. അതിൽ എല്ലാം നിറച്ച് കാ നിൽപ്പുണ്ട്. ഇതിൽ കണ്ടോ, കാവുള്ള അബിയുവാണ്, കാച്ചു തുടങ്ങിയതാണ്. ഇത് ഏകദേശം ഒരു 8-9 അടിയോളം ഹൈറ്റ് ഉള്ള പ്ലാന്റുകളാണ്. ആയിരിക്കുന്ന എല്ലാം അതാണ് അബിയുവിൻ്റെ കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ആ കാണുന്നത്. ഇത് J33 J33 പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഇന്നലെ വന്ന ലോഡിലുള്ളതാണ് ഈ കാണുന്നത്. ഇതൊന്ന് വന്നതാണ് തായ്ലാൻഡ് ആൾസീസം മാവാണ് ഈ കാണുന്നത്. ഇത് വലിയ ഏകദേശം ഇപ്പോൾ ഒരു 8 അടിയോളം ഹൈറ്റുള്ള വലിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നല്ല പ്രചാരത്തിൽ വന്ന ഒരു ഫ്രൂട്ടാണ് അബിയു. ഈ അബിയുവിൻ്റെ ആസ്ഥാനം എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ട്. ഈ അബിയുവിലൊരു 4-5 വെറൈറ്റി ഉണ്ട്. ഈ വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേട്ടോ, നമ്മുടെ കവറിൽ ഗ്രോബയിൽ കാച്ചു നിൽക്കുന്നത്. ഇതിലിപ്പോൾ ഏകദേശം എത്ര കായുണ്ട്, ഒരു 10-ൽ കൂടുതൽ കായ ഇതിനകത്തുണ്ട്. ഒരു 100ഓളം പ്ലാന്റ് ഈ ഇതേപോലത്തെ കാവുള്ള ടൈപ്പ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഈ വെറൈറ്റി എന്ന് പറയുമ്പോൾ നിബിൾ ടൈപ്പാണ്. അതാണ്ട് ഈ കാണുന്നുണ്ട്, നിബിൾ വെറൈറ്റി പെടുന്ന ഒരു വെറൈറ്റി ടൈപ്പാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ അഗ്രഭാഗം നമ്മുടെ നിബിൾ പോലെ ഇങ്ങനെ ഒരു രീതി കാണുന്നതാണ്. പിന്നെ ഇതിൻ്റെ ജൈൻ്റ് അബിയും ഉണ്ട്. കാ വലിപ്പം കൂടുതലുള്ളതാണ്. അതിൽ കുറച്ച് എണ്ണം കുറവായിരിക്കും, കാ നല്ല വലിപ്പമായിരിക്കും, 1 കിലോ വരും. ഇത് ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 500-600 ഗ്രാം ഒരു പഴുത്ത് പാകാകുമ്പോഴത്തേക്ക് അതുണ്ടാകും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ജെല്ലി പോലത്തെ ഒരു ഫ്രൂട്ടാണ്. അത് ഐസ്ക്രീം കഴിച്ചതുപോലെ ഇരിക്കും. അതായത് നമ്മുടെ ഇളം പനന്നൊങ്ക് കഴിച്ചാലുള്ള ഒരു ടേസ്റ്റാണ് ഇതിൽ വരുന്നത്. തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഐസ്ക്രീം കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് പ്രചാരത്തിൽ വന്നെങ്കിലും കൂടുതൽ ഷോപ്പുകളൊന്നും വാങ്ങാൻ കിട്ടാറില്ല. ഇത് വീട്ടിൽ ഉണ്ടെങ്കിലും അവരാരും കൊടുക്കാറില്ല. ഇതിൻ്റെ ഇനി ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് വെച്ച് പിന്നെ പഴുപ്പിക്കാൻ പറ്റില്ല. പഴുത്ത അന്ന് നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ അന്ന് ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം കഴിക്കണം. ആ ഒരു രീതിയാണ്. ആ ഒരു വെറൈറ്റിപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഈ കാണുന്നത് അബിയു. നല്ല ഫ്രൂട്ടാണ്. ബാരലിൽ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ബാരലിൽ നമ്മളവിടെ ധാരാളം വെച്ച് കാച്ച് നിൽപ്പുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതെല്ലാവരും ഒരു ഫ്രൂട്ടെങ്കിലും, ഒന്നല്ല 2 ഉണ്ടെന്നുണ്ടെങ്കിൽ പോളിനേഷൻ നടന്ന് കായ്ഫലം കൂടാൻ നല്ലതാണ്. അടുത്തടുത്ത് 2 ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് കായ്ഫലം കൂടാൻ നല്ലതാണ്. പലരും ഒരു പ്ലാന്റ് കൊണ്ടുവച്ചിട്ട് അത് കായ്ക്കുന്നില്ല എന്ന് പരാതി പറയും. പൂ ധാരാളം വരും, കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഈ പൂ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ശരിക്കും നടക്കാതെയാണ്. 2 പ്ലാന്റ് അബിയുവിൻ്റെ 2 പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളം നമുക്ക് ചെറുതിലെ നമുക്ക് കാച്ച് കിട്ടുന്ന ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ഈ കാണുന്ന അബിയു. നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റുകൾക്ക് മിക്കവാറുമുള്ള പ്ലാന്റുകളിൽ ഫ്രൂട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രൂട്ടോട് കൂടിയ പ്ലാന്റുകളുണ്ട്. അതിന് നിങ്ങൾ അധികം കൂടുതൽ കാശ് തരണ്ട. ഇതിപ്പോൾ ഇതിനകത്തൊരു 10-12 കായുള്ള ഒരു 15ഓളം കായുള്ള വേറെ നമ്മുടെ അബിയു പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. നിങ്ങൾ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാം. ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കാശ് തരേ വേണ്ട, തൈയുടെ വില മാത്രം തന്നാൽ മതി. ഈ ഇരിക്കുന്നത് മൾബറിയുടെ വലിയ പ്ലാന്റാണ്. മൾബറിയുടെ ഒരു 3 വെറൈറ്റി നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്നത് ബ്രസീലിയൻ മൾബറി. ഇതിൻ്റെ ഒരു കായ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4-5 ഇഞ്ച് നീളം വരും. ഇത് ചെറുതാണ്, ഒരു 4-5 ഇഞ്ചോളം നീളം വരും ബ്രസീൽ മൾബറി. ഇത് പഴുത്ത് വരുമ്പോൾ നല്ല ചുവപ്പ് നിറവും, നല്ല ചോക്ലേറ്റ് പോലെ, ഏകദേശം തേനിൻ്റെ മധുരമുള്ളതാണ്. നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റിൻ്റെ മധുരമുള്ളതാണ് മൾബറി. ഒരുപാട് പോഷക ഗുണമുണ്ട്, അയൺ കണ്ടൻറ്റ് ധാരാളമുള്ളൊരു ഫ്രൂട്ടാണ് മൾബറി. പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ നമ്മുടെ മൾബറിയുടെ ഇല കഴിച്ചിട്ടാണ്. അപ്പോൾ ആ ഇല നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിന് ആ ഒരു പട്ടുനൂൽ ഏകദേശം ഗോൾഡ് കളർ പോലത്തെ ഒരു സ്കിന്നിനൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവാൻ നല്ലതെന്നാണ് ഇപ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം. അങ്ങനെ ഇതിൻ്റെ ഇല ധാരാളം ആൾക്കാർ കഴിക്കുന്നുണ്ട്, നല്ലതാണ്. ഒരു വീട്ടിൽ ഒരെണ്ണമെങ്കിലും നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ശിഖരം നമുക്ക് ബഡ് ചെയ്ത് വീണ്ടും നമുക്ക് ധാരാളം തൈ ഉൽപ്പാദിപ്പിക്കാം. ഒരു തൈയെങ്കിലും നമ്മുടെ മതിലിൻ്റെ സൈഡിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുള്ളൊരു ഫ്രൂട്ടാണ് മൾബറി. ഇത് ബ്രസീൽ മൾബറിയാണ്, നല്ലതാണ്, കാ വലിപ്പം കൂടുതലുള്ളത്. ഇതാണ് ബ്രസീൽ മൾബറിയുടെ കാ. ഇതിൽ പഴുത്ത കാ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഇതിപ്പോൾ അതുകൊണ്ട് കാ വന്ന് തുടങ്ങുന്നുള്ളൂ. ഇതിന് കുറച്ചുകൂടെ നീളം വയ്ക്കും, 2 ഇഞ്ചൂടെ ഏകദേശം നീളം വയ്ക്കും. ഈ കാണുന്നത് മിൽക്ക് ഫ്രൂട്ടിൻ്റെ നമ്മളതിൽ ഇപ്പോൾ ഉള്ള വലിയ പ്ലാന്റാണിത്. ഇതിൻ്റെ ഇലയുടെ അടിഭാഗം കണ്ട് ഇങ്ങനത്തെ ഒരു കളറുണ്ട്, പുറം പച്ചയാണ്. ഇതിൻ്റെ ഗ്രീനുണ്ട്, 2 വെറൈറ്റി ഉണ്ട്. 2 വെറൈറ്റി പ്ലാന്റ് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇത് അതിൻ്റെ ഇങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. മിൽക്ക് ഫ്രൂട്ട് ജ്യൂസിന് ഒരുപാട് പോഷക ഗുണമുള്ള നല്ലൊരു പ്ലാന്റാണിത്. ഇതും നമ്മുടെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. പറ്റുമെങ്കിൽ ഇത് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകൾ വയ്ക്കുമ്പോൾ സ്ഥലം കൂടുതലുണ്ടെങ്കിൽ വെച്ച് ഇത് കായ്പ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. ഈ കാണുന്നത് നമ്മുടെ കപ്പൽ ഫ്രൂട്ട്.
ഇപ്പോൾ അത് പല ആൾക്കാർക്കും അറിയാം കപ്പിൾ ഫ്രൂട്ട് എന്താണെന്ന്. ഇത് പണ്ട് ഇന്തോനേഷ്യയിൽ രാജകൊട്ടാരത്തിൽ മാത്രമേ നടാൻ പാടുള്ളായിരുന്നുള്ളൂ. രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവിന് മാത്രമേ കഴിക്കാൻ പാടുള്ളായിരുന്നുള്ളൂ. പൊതുജനങ്ങൾക്ക് നടാനോ കഴിക്കാനോ അവകാശവും അധികാരവും ഇല്ലായിരുന്നു. പണ്ട് ഇത് ആരെങ്കിലും നട്ടു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലിടുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ വലിയ പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ ടൈപ്പിലെ പ്ലാന്റ് നമ്മുടെ നഴ്സറി ധാരാളമുണ്ട്. ഇത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെങ്കിൽ വിശ്വസിക്കുക, ഇത് പൂത്ത പ്ലാന്റാണ്. സാധാരണ നട്ട് 6-7 വർഷം ആകുമ്പോഴേ കായ്ക്കുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 5-6 വർഷത്തോളം പഴക്കമുള്ള പ്ലാന്റാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം പൂ വന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്ലാന്റുകൾ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ട് നമ്മുടെ നഴ്സറി ധാരാളമുണ്ട്. ഇതും നമ്മുടെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്തിയാൽ അത്രയും നല്ല ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. ഇത്തിരി വിലയുണ്ട്. ഈ പ്ലാന്റ് ഇപ്പോൾ കിട്ടാനില്ല. എന്നാലും നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഒരു ചെറുതും വലുതായിട്ട് 10-30 പ്ലാന്റ് നമ്മുടെ നഴ്സറിയിലുണ്ട്. നമുക്ക് ഈ സീഡ്ലെസ് നാരകം ബാരലിൽ വെച്ച് കായ്പ്പിക്കാനായിട്ട് നല്ലൊരു പ്ലാന്റാണ്. ഞങ്ങൾ തന്നെ ബാരൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാരൽ 200 ലിറ്ററിൻ്റെ ഉണ്ട്, 100 ലിറ്ററിൻ്റെ ഉണ്ട്. അതായത് 100 എന്ന് പറയുമ്പോൾ നമ്മൾ 200 കട്ട് ചെയ്ത് പകുതിയാക്കിയതാണ്. അതിൽ നമ്മൾ 2 പേർക്ക് ഈസിയായിട്ട് തൂക്കിയെടുക്കാൻ പാകത്തിനുള്ള കൈപിടി ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് ആവശ്യാനുസരണമുള്ള ഹോളെല്ലാം തയ്യാറാക്കി കൊടുക്കുകയാണ്. നമ്മൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സാണ്. അതിലൊരു 7 ചേരുവകൾ ചേരും. അതിൽ മെയിനായിട്ട് നമ്മൾ ചുവപ്പ് മണ്ണും ഉമിയുമാണ് അതിനകത്ത് ചേർക്കുന്നത്. നമ്മൾ ചകിരിച്ചോറ് ചേർക്കാറില്ല. ചകിരിച്ചോറ് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കറയുണ്ട്, ഉറ. അത് തേയിലവെള്ളം പോലെ അത് ചെടിയൊക്കെ അത്ര നല്ലതല്ല. അത് പോയിട്ട് ഈ ചകിരിച്ചോറ് മണ്ണുമായിട്ട് കുറച്ച് നാൾ ചേരുമ്പോഴത്തേക്ക് അത് ചീഞ്ഞ് ചെളിയാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേരിൽ ഫംഗസ് പൂപ്പൽ വരാനായിട്ട് സാധ്യതയുണ്ട്. വെള്ളം വാർന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചകിരിച്ചോറ് ഫ്രൂട്ട് പ്ലാന്റൊക്കെ നല്ലതല്ല. നമ്മൾ ഉമിയാണ് അതിന് ഉപയോഗിക്കുന്നത്. ഉമി അതായത് നെല്ലിൽ നിന്ന് അരി വേർതിരിക്കുമ്പോൾ കിട്ടുന്ന ഉമി നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പോട്ടി മിക്സിൻ്റെ വെയിറ്റ് കുറവാണ്. അതാണ് നമ്മൾ ചേർത്ത് തയ്യാറാക്കി. പിന്നെ ട്രിവാൻഡ്രം ജില്ലയിൽ എവിടെയും 25 കൂടുതൽ സാധനം എടുക്കുന്നവർക്ക് നമ്മുടെ വാഹനത്തിൽ നമ്മളതിന് ഡെലിവറി ചാർജ് വാങ്ങിക്കുന്നില്ല, വാഹനത്തിൽ എത്തിച്ചേരും. നിങ്ങൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോ വീട് മുറ്റത്തൊക്കെ പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്ലാന്റും ബാരലും അതിൻ്റെ പോട്ടി മിക്സുകൾ എല്ലാം നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് അവിടെ കൊണ്ടുവന്ന് അത് സെറ്റ് ചെയ്ത് തരും. വരുന്ന പണിക്കാരുടെ ലേബർ കൊടുക്കേണ്ടി വരും. 25 കൂടുതലുണ്ടെങ്കിൽ വാഹന ചാർജ് നിങ്ങൾ കൊടുക്കേണ്ട. ഈ കാണുന്നത് വെള്ളരിമാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ, കന്യാകുമാരി ജില്ലയിലൊക്കെ ധാരാളം ഉണ്ടാകുന്ന ഒരു മാവാണ് വെള്ളരിമാവ്. അച്ചാറിന് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ പുറം തോല് കനക്കുറവാണ്. ഇതിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ തുടങ്ങിയ കാലം തൊട്ട് നമ്മുടെ നഴ്സറിയിൽ ഒരു പ്രാവശ്യവും മുടങ്ങാതെ നമുക്ക് നല്ല ചിലവുള്ള ഒരു പ്ലാന്റാണ് ഈ വെള്ളരിമാവിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള. ഇതിപ്പോൾ കാച്ചു തുടങ്ങിയ പ്ലാന്റാണ്. ധാരാളം നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ഈ കാണുന്നത് ഇസ്രായേൽ ഓറഞ്ച്. ഇത് നമ്മുടെ ഒരു കാടക്കോഴി മുട്ടയേക്കാളും കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവുകയുള്ളൂ. ഇത് ആൾ സീസണാണ്, എല്ലാ സമയത്തും കായ്ക്കും. ഇത് കണ്ടോ, ചെറുതിലേ നിറച്ച് കാച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കാച്ചിരിക്കുന്ന പ്ലാന്റുകൾ. ഇത് ഞാൻ കാണാൻ വേണ്ടി മാത്രം കുറച്ച് പ്ലാന്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ തോട്ടത്തിൻ്റെ സൈഡിൽ വെച്ച് ഞാനത് പറയുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ബാരലിൽ നിന്നിട്ട് എപ്പോഴും കായ്പ്പിക്കാവുന്നതാണ്. ഈ ഫ്രൂട്ട് അധികം മധുരമല്ല, ഒരു ചെറിയ പുളി മധുരമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഫ്രൂട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കാം. നമുക്ക് ബാഗിലിട്ട് വേണമെങ്കിലും ഇത് പറിച്ച് കൊണ്ടുപോകാം. നമ്മൾ ഒരെണ്ണം ഇങ്ങനെ വായിലിട്ട് ചവച്ച് പൊട്ടിച്ചത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വായ്ക്ക് നമ്മളെ പേസ്റ്റ് ഇട്ട് പല്ല് ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. വായ്നാറ്റം മാറാനും നമുക്കൊരു ഫ്രഷ്നസ് കിട്ടാനും വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റ് ധാരാളം ഉള്ളതാണ്. ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ഈ ഇസ്രായേൽ ഓറഞ്ച്. ഇതിൻ്റെ പ്ലാന്റുകൾ ഇതിൻ്റെ ചെറുതുണ്ട്. ഇതേപോലെ കാച്ചി നിൽക്കുന്ന പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ധാരാളമുണ്ട്. ഈ കാണുന്നതും നമുക്ക് ബാരലിൽ നട്ട് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റാണ്. ഇത് ബറാബ എന്ന് പറയും. ഇതിൻ്റെ കാച്ച പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതിലും നമുക്ക് ഏകദേശം ഒരു 50ഓളം പ്ലാന്റുകൾ കാവുണ്ട്. അതായത് എൻ്റെ ഈ പുറകെ വശത്ത് അതെല്ലാം നിറച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. ഈ ഇരിക്കുന്നത് പോലെ ഇതിൽ കൂടെ ഉള്ള പ്ലാന്റാണ്. ആ ഇരിക്കുന്നതെല്ലാം കാച്ചതാണ്. അതായിരിക്കുന്നത് ഇത് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയൊരു പ്ലാന്റാണ്. ബറാബ എന്നാണ് ഇതിൻ്റെ പേര്. ഇതും നമ്മുടെ പഴത്തോട്ട് ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. ആൾ സീസണായിട്ട് എപ്പോഴും കായ്ക്കുന്നൊരു പ്ലാന്റാണ് ബറാബ. ഈ കാണുന്നത് നാഗ്പൂർ ഓറഞ്ചാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം കായ്ച്ചു. ഊട്ടിയിലും കൊടൈക്കനാലിലും മാത്രമല്ല നമ്മുടെ നാട്ടിലും ധാരാളം കാച്ചു തുടങ്ങിയിട്ടുണ്ട്. പല വീടുകളിലും ഉണ്ട്. നമ്മുടെ നഴ്സറിയിൽ തന്നെ ഇതെല്ലാം വലിയ പ്ലാന്റാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റാണ്. അതായത് ഇതിലെല്ലാം ധാരാളം നിൽപ്പുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ കുറച്ച് പ്ലാന്റ് വെച്ചിരിക്കുന്നത് നമ്മുടെ നഴ്സറിയിൽ. ഇതേ സെയിം വെറൈറ്റി പ്ലാന്റ് ഒരു 100-150ഓളം പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ഇരിപ്പുണ്ട്. ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും അതേ മധുരവുമുള്ള നല്ല വെറൈറ്റി പ്ലാന്റാണ് ഓറഞ്ചിൻ്റെ ഈ കാണുന്നത്. ഇതിൽ മിക്കതും കാച്ചു തുടങ്ങിയ പ്ലാന്റാണ്. ഈ കാണുന്നത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ പണ്ട് ആനപ്പുളിച്ചിക്ക എന്നൊക്കെ പറയും. പക്ഷേ അതല്ല. ഇത് ഭയങ്കര മധുരമാണ്. നമ്മൾ ഏകദേശം ഓറഞ്ചിൻ്റെ അത്രയും മധുരമുള്ള പച്ചയായ പോലും മധുരമായിരിക്കും. ഇതെല്ലാം ഏകദേശം പഴുത്ത് പാകാറായ സ്റ്റാർ ഫ്രൂട്ടാണ്. ഫ്രൂട്ട്സുകളൊക്കെ വിൽക്കുന്ന വലിയ കടകളിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും, വലിയ മാർജിൻ ഫ്രീ ഷോപ്പിലൊക്കെ. ഇതിൻ്റെ പ്രത്യേകം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മിക്സിയിലോ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ ജ്യൂസ് കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ്. നമ്മുടെ സാധാ പുളിച്ചിക്ക കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ നീര് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ്. ഇത് ആൾ സീസണാണ്, എല്ലാ സമയത്തും കാണും. ഇത് നമുക്ക് ബാരലിൽ വെച്ച് കായ്പ്പിക്കാം. പറമ്പിൽ വെച്ചാലും ഇതെല്ലാ സമയത്തും ഇതിനകത്ത് കായാണ്. അതുകൊണ്ട് ഇത് പഴുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ തന്നെ അടുത്ത ചെറിയ കാകൾ വന്നു തുടങ്ങി. ധാരാളം ഫ്രൂട്ട് എല്ലാ സമയത്തും കിട്ടുന്നൊരു പ്ലാന്റാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്. ഈ കാണുന്നത് നമ്മളെ ചൈനീസ് ഓറഞ്ച് എന്ന് പറയും. അതായത് ചെറുതായിരിക്കും, ചെറുതാണ്. ഇത്തരത്തിൽ ഇത്തിരി പുളിയുള്ളതാണ്, പുളിയും മധുരമുള്ളതാണ്. ഇതിൻ്റെ സീറ്റ് പ്രത്യേകിച്ച് വേറെ ഉണ്ട്. അതായത് നല്ല മധുരമുള്ളത്. ഇത് ചെറിയ പുളിയായിരിക്കും.
ജ്യൂസിന് ഇത് നമുക്ക് ഒരു 2-3 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ കട്ട് ചെയ്ത് ഒരു ഗ്ലാസ്സിൽ പിഴിഞ്ഞ് നാരങ്ങ ജ്യൂസ് കഴിക്കുന്നത് പോലെ നമ്മൾ കഴിക്കാം. ഇതും അതേപോലെ വൈറ്റമിൻ സി ധാരാളം ഉള്ളതാണ്. ആൾ സീസണാണ്, എല്ലാ സമയത്തും നമുക്ക് കായ്ക്കും. ചെറുതിൽ ചെടി പോലെ നമുക്ക് വീട് മുറ്റത്ത് വേണമെങ്കിലും ബാരലിലോ തറയിലൊക്കെ നട്ട് പരിപാലിക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ചൈനീസ് ഓറഞ്ച്, ബുഷ് ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച് എന്ന് പറയും. ഈ കാണുന്നത് സീറ്റ് മുസാമ്പി, അതായത് മധുരമുള്ള മുസാമ്പി. ഇതിൻ്റെ ഇതെല്ലാം ചെറുതിലെ കായ്ക്കുന്നതാണ്, ധാരാളം ഉണ്ട്, ഇതിനകത്തെല്ലാം കായ്ന്നിപ്പുണ്ട്. ഇത് കാവുള്ള കുറേ ചെയ്യേണ്ട തൈകൾ ഞാൻ എടുത്തു വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. മറ്റ് പല വീഡിയോകളിലും ഞാൻ കാണുന്നുണ്ട്, അവിടെ മാത്രമേ ഇതുള്ളൂ ഉള്ള രീതിയിൽ. അവിടെയല്ല, നമ്മളെ നഴ്സറിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നഴ്സറിയിലുള്ള അത്രയും ഫ്രൂട്ട് കാച്ചു നിൽക്കുന്ന പ്ലാന്റുകൾ മറ്റൊരിടത്തും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എനിക്ക് അതെന്താണെന്ന് അറിയില്ല, എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ നഴ്സറിയിൽ ഇതേപോലെ സീറ്റ് മുസാമ്പി കാച്ചു നിൽക്കുന്ന പ്ലാന്റുകൾ ധാരാളം നമ്മുടെ നഴ്സറിയിലുണ്ട്. അതിൻ്റെ വലുതുണ്ട്, ഇതെല്ലാം വലിയ പ്ലാന്റാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ്. കൊണ്ട ഗ്രാഫ്റ്റും ഉണ്ട്, ബഡും ഉണ്ട്. ധാരാളം തൈ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ഈ കാണുന്ന മക്കോട്ടദേവ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലെ ഇതൊരു ഭയങ്കര ആയുർവേദ ഔഷധ പ്ലാന്റാണ്. ഇതെല്ലാം കാച്ച തൈയാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ഇരിപ്പുണ്ട്, അത് വലിയ ബാരലാണ് ഇരിക്കുന്നത്. ഇവിടെ എടുത്തുകൊണ്ട് വെച്ച് കാണിക്കാൻ പറ്റില്ല, അത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് അടുത്ത വീഡിയോയിൽ ഒന്ന് കാണിക്കാം. മക്കോട്ടദേവയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഷുഗർ കുറയാൻ, കൊളസ്ട്രോൾ കുറയാനും, ഇതിൻ്റെ തോല് നിശ്ചിത അളവിൽ ഉണക്കി പൊടിച്ച് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഔഷധമുള്ള സാധനമാണ്. ഇതിൻ്റെ ചെറിയ തൈയുണ്ട്, വലിയ തൈയുണ്ട്. മക്കോട്ടദേവ അതൊന്ന് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗ രീതി, അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെല്ലാം നമുക്ക് അതിനകത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്ന അർസാബോയ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് പ്ലാന്റാണ്. ഇതും നമ്മുടെ നഴ്സറിയിൽ ധാരാളം കായ്ച്ചതുണ്ട്. ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവയ്ക്കാൻ സമയത്ത് ഇതിനകത്ത് പഴുത്ത് നിന്നത് വീണതാണ്, ഞാനത് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇതും നമ്മൾ പഴത്തോട് ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ്, ഒരു വെറൈറ്റി ഫ്രൂട്ടാണ്. ഇതൊരു പുളിയോടുകൂടിയുള്ള മധുരമാണ് ഈ ഫ്രൂട്ടിന്. ഇത് ചെറുതിലെ കായ്ക്കുന്നതാണ്. ചെറുതിലെ കായ്ക്കുന്നതുകൊണ്ട് നമുക്ക് പഴത്തോട്ടിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് ഫ്രൂട്ടുകൾ പറിക്കുന്ന സമയത്ത് ഇതും കൂടെ പറിച്ച് കഴിക്കാനായിട്ടും നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് സ്റ്റോക്കിൽ ഉൾപ്പെടുത്താൻ നല്ലൊരു ഫ്രൂട്ടാണ് അർസാബോയ്. ഈ കാണുന്നത് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ, ഗോൾഡ് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്, അതുകൊണ്ടാണ് ചെറുതിലെ കായ്ക്കുന്നത്. ഇതിനകത്ത് എല്ലാം ധാരാളം ആയ പ്ലാന്റുകളാണ് നമ്മുടെ നഴ്സറിയിലുള്ളത്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട്, ഇത് വലിയ പ്ലാന്റാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ള 20 കവറിലുള്ള വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ സ്റ്റോക്ക് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ധാരാളമുണ്ട്. ഈ കാണുന്ന നമ്മൾ പ്ലാവിൻ്റെ രാജാവ്, ഇപ്പോൾ അതായത് പ്ലാവ് വർഗ്ഗത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ ചക്ക ഇവിയാർക്ക്, ഇത് ഫിലിപ്പീൻസിൻ്റെതാണ്. ഇതിൻ്റെ നേരത്തെ നമുക്ക് ചെറിയ പ്ലാന്റുകളാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ ഇത്രയും ഹൈറ്റുള്ള, ഏകദേശം ഒരു ഇതൊക്കെ വരുമ്പോൾ ഒരു 10 അടി കൂടുതൽ ഹൈറ്റ് ഉണ്ട്. സപ്പോട്ടയുടെ കാലാപ്പാട്ടി എന്ന് പറയും, അതായത് ബോൾ ടൈപ്പാണ്. നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി സപ്പോട്ടയാണ് ഈ കാണുന്ന കാലാപ്പാട്ടി എന്ന് പറയുന്ന സപ്പോട്ട. ഇത് ബോൾ ടൈപ്പാണ്. ഇത് കാണുന്നത് ബനാന സപ്പോട്ട, നീളം കൂടുതലുള്ളതാണ്. ഇതെല്ലാം നമുക്ക് കാച്ച പ്ലാന്റുകളാണ്, ബഡ് തൈയാണ്. ചെറുതിലെ കായ്ക്കുന്നതാണ്. ഇതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള ധാരാളം പ്ലാന്റ് നമ്മുടെ നഴ്സറിയിലുണ്ട്. സപ്പോട്ടയുടെ ഒരു 6-7 വെറൈറ്റി ഉണ്ട്. മിയാമി സപ്പോട്ട ഉണ്ട്, റെഡ് സപ്പോട്ട ഉണ്ട്. റെഡ് സപ്പോട്ടയുടെ അകം മാത്രം ചുവപ്പുള്ളതുണ്ട്, അകവും പുറവും ചുവപ്പുള്ളതുണ്ട്. സപ്പോട്ടയുടെ ഒരു 6-7 വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. ഈ കാണുന്നത് മട്ടോവ ഫ്രൂട്ടിന് നല്ലൊരു ഫ്രൂട്ടാണ്, പക്ഷേ കുറച്ച് വലിയ മരമാവും. 10-30 വർഷം നിന്ന് കഴിഞ്ഞാൽ എൻ്റെ തടി നമുക്ക് ഫർണിച്ചറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫ്രൂട്ട് പ്ലാന്റാണ് മട്ടോവയുടെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ നഴ്സറി ധാരാളമുണ്ട്. ഇതാണ് സർവ്വസുഗന്ധി എന്ന് പറഞ്ഞ പ്ലാന്റ്. അതായത് ഇതിൻ്റെ ഇലയ്ക്ക് നമ്മുടെ മസാലിൻ്റെ മണമുള്ളതാണ്. ഇറച്ചി അതേപോലുള്ള സാധനങ്ങൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ മസാലക്കൂട്ട് ചേർക്കുന്നതിന് പകരം ഇതിൻ്റെ ഇല നമ്മളിങ്ങനെ അതിനെ കീറി അതിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 6-7 മസാലക്കൂട്ട് ചേർക്കുന്നതിൻ്റെ ഗുണം കിട്ടും. അതിൻ്റെ വലിയ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചെറുതുമുണ്ട്. ഈ കാണുന്നത് ആപ്പിൾ ചാമ്പ, തായ്വാൻ്റെ ബെൽജാമ്പയാണ്, ചുവപ്പ്. അതായത് ചെറുതിലെ കായ്ക്കുകയും നല്ല മധുരം ഉള്ള ഒരു വെറൈറ്റിയാണിത്. മഴ സമയത്തായാൽ പോലും നല്ല വെറൈറ്റി ആയിരിക്കും. നല്ല വലിപ്പമുള്ളത്, ആപ്പിൾ പോലെ വലിപ്പവും ആപ്പിളിൻ്റെ ഏകദേശം ടേസ്റ്റ് കിട്ടുന്നൊരു വെറൈറ്റിയാണ് ആപ്പിൾ ചാമ്പ. അതിൻ്റെ ഒരു 3-4 വെറൈറ്റി നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്നതാണ് സുറിനാം ചെറി. ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ് ഉണ്ട്. ഇതെല്ലാം നിറച്ച് ആയതാണ്, കാച്ചൂടെ ഇപ്പോൾ കായില്ല. ഇത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച മുമ്പ് ഇതിനൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇതിൻ്റെ വലിയ പ്ലാന്റുകളൊക്കെ നമ്മുടെ സ്റ്റോക്കിൽ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ഈ കാണുന്നത് കറിവേപ്പിലയുടെ വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇത് ലവലുമല്ലി, ഇത് സാധാ ലവലുമല്ലിയാണ്, നമുക്ക് അച്ചാറിനൊക്കെ ഉപയോഗിക്കാം. ചെറിയ പുളിയും ഒരു കടുപ്പ് മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ലവലുമല്ലി. ഇതെല്ലാം എൻ്റെ കാച്ച പ്ലാന്റുകളാണ്, കായ് തുടങ്ങിയ പ്ലാന്റാണ്. ഇതിൻ്റെ ചെറുതും വലുതായിട്ടുള്ളതുണ്ട്. ഈ കാണുന്നത് കശുമാവാണ്. കശുമാവിൻ്റെ ഇത് കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്, ചെറുതിലെ കായ്ക്കുന്നതാണ്. ഇതിൻ്റെയും ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഈ കാണുന്ന നെല്ലിയുടെ വലിപ്പം കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്, പെട്ടെന്ന് കായ്ക്കുന്നതാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റുകളിൽ ചിലതിലൊക്കെ നമുക്ക് കായ് തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്ലാവാണ്. ഏകദേശം ഒരു 6 അടിയോളം ഹൈറ്റുള്ള പ്ലാവാണ്. ഇത് ചിലതിലൊക്കെ കാച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ അത് വിടാൻ പാടില്ല, കുറച്ച്
കൂടെ വലുതായിട്ട് വിടുന്നതായിരിക്കും നല്ലത്. ഇതിലെല്ലാം നല്ല ചക്കക്കള ആയി തുടങ്ങിയതാണ്. വിയന്ന സൂപ്പർ എർലിയുടെ കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് 20 കവറിലുള്ളത്. ഇതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇത് പേരയുടെ RK കിരണം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി പേരയാണ്. അതും എല്ലാം വേണ്ട പേരയ്ക്ക് കാച്ചു തുടങ്ങിയതാണ്. നല്ല ഒരു ടേസ്റ്റുള്ള വെറൈറ്റിയാണ് ഈ കാണുന്ന പേര. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ധാരാളം കായി തുടങ്ങിയ വലിയ പേരയ്ക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി പേരയാണ് ഈ കാണുന്നത് വയലറ്റ് പേര. അതിൻ്റെ പുറം നമ്മുടെ ഈ ഇലയുടെ ഈ ഭാഗത്ത് കാണുന്നത് പോലത്തെ ഒരു വയലറ്റ് കളറായിരിക്കും. അതിൻ്റെ ഉള്ളു നല്ല ചുവപ്പാണ്. അതിൽ സീഡ് കുറവാണ്. സീഡ് വളരെ കുറച്ച് മാംസള ഭാഗം കൂടുതലുള്ളൊരു നല്ലൊരു വെറൈറ്റി പേരയാണ് ഈ കാണുന്ന വയലറ്റ് പേര. ഇതിലെല്ലാം നിറച്ച് കായി തുടങ്ങിയതാണ്, കാച്ചു തുടങ്ങിയത്. ഇതിലെല്ലാം നിറച്ച് നിൽപ്പുണ്ട്. ഇതിലെല്ലാം കാച്ചതാണ്, കായി തുടങ്ങിയതാണ്. ഇതിലെല്ലാം കാവന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതിന് കൊണ്ടുവച്ച് ഒരുപാട് നാളെ കാത്തിരിക്കുന്നത്. ഇതിനകത്തെല്ലാം കാച്ചു തുടങ്ങിയ വലിയ പ്ലാന്റുകളാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട്. ഈ കാണുന്ന പേര നമ്മുടെ വെരിക്കേറ്റഡ് പേരയാണ്. ഇതിൻ്റെ ഇല ഇങ്ങനെ ഈ സൈഡിലൊക്കെ ബോർഡർ മുസ്തേക്ക് ഡിസൈൻ പോലെ ഡിസൈനുള്ള ഒരു വെറൈറ്റിയാണ്. അതേ ഡിസൈൻ പേരക്കയിലുണ്ടാവും. പേരക്ക നല്ല മധുരമുള്ളതാണ്, ഉള്ളു ചുവപ്പാണ്. ഇത് നമുക്ക് വീടിൻ്റെ മുറ്റത്തോ പഴത്തോട്ടിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയായിട്ട് നിറയെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിലെല്ലാം നിറച്ച് നിൽപ്പുണ്ട്. ഇതിലെല്ലാം നിറച്ച് കൊലയിൽ പിടിക്കുന്ന ഒരു വെറൈറ്റി പേരയാണ് വെരിക്കേറ്റഡ് പേര. അതായത് ഇതിലെല്ലാം നിറച്ച് നിൽപ്പുണ്ട്, നിറച്ച് കായതാണ്. ഇതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഈ കാണുന്നത് ആപ്പിൾ ചെറി എന്ന് പറയും. ഇത് അധികം വലിയ മരമാകാതെ ഇതിങ്ങനെ റൗണ്ടായിട്ട് പടർന്ന് നിന്ന് കായ്ക്കുന്ന, അതിലും നിറച്ചെല്ലാം കായി തുടങ്ങിയതാണ്. കായി തുടങ്ങിയ പ്ലാന്റ്. ഇതിൻ്റെ ചെറുതുണ്ട്, വലുതുണ്ട്, കായി തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇത് നമ്മുടെ നഴ്സറി ധാരാളമുണ്ട്. ഇത് നമുക്ക് വീട് മുറ്റത്ത് ചെടി പോലെ നടാനും ബാരലിൽ വയ്ക്കാനും നമ്മളെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്താനും പറ്റിയ നല്ലൊരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് ഈ കാണുന്നത്. ആപ്പിൾ ചെറി എന്നാണ് ഇതിൻ്റെ പേര്. നല്ല പ്ലാന്റ്. ഇതെല്ലാം വലിയ പ്ലാന്റാണ്. ഇത് 20 കവറിലിരിക്കുന്ന വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഇരുമ്പംപുളി. നമ്മുടെ ഇവിടെ പുളിച്ചിക്ക എന്ന് പറയും. നമ്മൾ മീനിലും ചരടാനൊക്കെ ഉപയോഗിക്കുന്ന ഇരുമ്പംപുളിയുടെ വലിയ പ്ലാന്റാണ്. അതും വേണ്ടത് കാച്ചു തുടങ്ങിയതാണ്. ഇതാണ് ഇരുമ്പംപുളി. ഇത് എൻ്റെ വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട്. ഏറ്റവും ചെറുത് മുതൽ നമുക്ക് ഇത്രയും സൈസായ വലിയ പ്ലാന്റുകൾ ഇതെല്ലാം നിറച്ച് കാച്ചു തുടങ്ങിയതാണ്. ഇത് ഞാവൽ വെറൈറ്റിപ്പെട്ട ഒരു വെറൈറ്റിയാണ്. കിളി ഞാവൽ എന്ന് പറയും. ഇത് അതായത് ചെറുതിലേ കായ്ക്കും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെയും കുഞ്ഞിലെ കാച്ചു തുടങ്ങും. ഒരു കൊലയിൽ നിറച്ചിങ്ങനെ കായ്ക്കും, നിറച്ച് ഇഷ്ടംപോലെ കായ്ക്കും. കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലുപരി നമുക്ക് കഴിക്കാനും ഒരു കവർപ്പ് മധുരമാണ് അതിൻ്റെ. കണ്ടില്ലേ, നിറയെ കായ്ക്കും, ഇഷ്ടംപോലെ കായ്ക്കും. കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെ പഴുത്ത് വരിക. ഇത് കുറച്ചിങ്ങനെ ഒരു 10-15 ഒരാൾ ഒരു നേരം കഴിക്കാന്നുണ്ടെങ്കിൽ ഷുഗർ നോർമലാവാൻ അയൺ കണ്ടൻറ്റ് ധാരാളമുള്ള നല്ലൊരു വെറൈറ്റി ഞാവലാണ് കിളി ഞാവൽ. ഇത് നമുക്ക് വീട് മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ വയ്ക്കാം. കിളികളെ വീടിൻ്റെ നമ്മുടെ കോമ്പൗണ്ടിലൊക്കെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കിളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കിളി ഞാവൽ. അതുകൊണ്ടാണ് കിളി ഞാവൽ എന്നതിന് പേരിട്ടേക്കുന്നത്. ചെറുതിലേ കായ്ക്കും, കാച്ചു തുടങ്ങി ഇഷ്ടംപോലെ കായ്ക്കും. ആൾ സീസണാണ്, എല്ലാ സമയത്തും ഇതിനകത്ത് കായ ഉണ്ടാകും. ഈ കാണുന്നത് ഏകദേശം ഒരു 8-9 അടിയോളം ഹൈറ്റുള്ളതാണ്. ഇതിപ്പോൾ പ്ലാവിൽ പറയാമെന്നുണ്ടെങ്കിൽ പ്ലാവിൻ്റെ വെറൈറ്റികളിൽ ഏറ്റവും നല്ല വെറൈറ്റി ഇന്ന് കേരളത്തിലുള്ളതിൽ J83 തായ്ലാൻഡ് റെഡ് ആ ഒരു വെറൈറ്റി പെടുന്ന പ്ലാവാണ്. ഇത് J83 ആണ്. J83യുടെ പ്ലാവാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചെറിയ തൈ മുതൽ നമുക്ക് ഈ കാണുന്ന വലുത്, ഇതിലും വലുതുണ്ട്. ഇതിൻ്റെ വലുത് 30 കവറിലുള്ള വലിയ പ്ലാന്റ് നമുക്ക് അവിടെ നമ്മുടെ നഴ്സറിയിൽ സെയിലിനായിട്ട് അവിടെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതാണ്. അതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വളരെ ചെറിയ പ്ലാന്റ് നമുക്കുണ്ട്. ഈ കാണുന്നത് കലപ്പാടി എന്ന് പറഞ്ഞ മാവാണ്. ഇത് ആൾ സീസണാണ്. സീസണില്ലാത്തപ്പോൾ കുറച്ച് കഴിഞ്ഞ് സീസണിൽ കൂടുതലായി. ചെറിയ ഇലയായിട്ട് മാവ് കാണാനും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി മാവാണ് കലപ്പാടി. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത്, തമിഴ്നാട്ടിൽ വ്യാവസായികമായിട്ട് ആൾക്കാർ കൃഷി ചെയ്യുന്നത്, അവിടെ ധാരാളം കാണുന്നതുമായ ഒരു വെറൈറ്റിയാണ് കലപ്പാടി മാവ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ മാവാണ്. ഇതിൻ്റെയും ചെറുതുണ്ട്, ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട്. 30 കവറിലേക്ക് 10 അടിയോളം ഹൈറ്റുള്ള വലിയ പ്ലാന്റ് ഉണ്ട്. അത് നമ്മുടെ നഴ്സറിയിൽ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ധാരാളം പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ഈ കാണുന്നത് മാവിൽ നല്ലൊരു വെറൈറ്റിയാണ് കർപ്പൂരം മാവ് എന്ന് പറയും. കർപ്പൂരം മാവിൻ്റെ മാങ്ങ ആണ് ഈ കാണുന്നത്. കാച്ച മാവാണ്. ഇതിൻ്റെയും ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. എൻ്റെ പേര് മഞ്ജു, ഇതെൻ്റെ ചേച്ചി. എൻ്റെ പേര് മായ. ഓക്കെ, ഞാൻ ഒരു ഹോമിയോ ഡോക്ടറാണ്. ഒരു 5 വർഷമായിട്ട് നമ്മുടെ ഈ നഴ്സറിയിൽ നിന്ന് തന്നെയാണ് എല്ലാ പ്ലാന്റ്സും ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്ലാന്റ്സിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്? ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്ലാന്റ്സ് ആണ് കിട്ടുന്നത്. അവർ പറയുന്ന അതേ കാലയളവിൽ തന്നെ അത് കായ്ക്കുന്നതാണെങ്കിൽ കായ്ക്കുന്നുമുണ്ട്. എല്ലാ വേരിയൻറ്റും ഏതൊക്കെ വേരിയൻറ്റ് കൊണ്ടുപോയിട്ടുണ്ടോ അതെല്ലാം അതേപോലെ തന്നെയാണ് നമുക്ക് ഇരിക്കുന്നത്. പിന്നെ അവരുടെ ഒരു സർവീസും അതുപോലെ തന്നെയാണ്. ഒരു ഫാമിലി ഇത് വന്ന് നമുക്ക് ചോദിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും ഫ്രീഡം ഉള്ളൊരു നഴ്സറിയാണ്. സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, സജസ്റ്റ് ചെയ്യാറുമുണ്ട്. ദൂരെയുള്ളവരുടെ അടുത്ത് ഞങ്ങൾ പറയാറുണ്ട് ഇവിടെ വന്ന് തന്നെ എടുക്കണം എന്നുള്ളത്. കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഹാപ്പിയാണ്. അതുകൊണ്ടാണല്ലോ വീണ്ടും ഇവിടെ വന്നത്. ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ ആദ്യമായിട്ടൊന്ന് കണ്ടു, വന്നു, 1-2 കുറച്ച് ചെടികൾ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി.
അതിലുണ്ടായ എക്സ്പീരിയൻസ് ഈ ഒരു 5 വർഷവും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വീണ്ടും വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ടും അതുപോലെ അത്രയും ബെറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്ന് വാങ്ങിക്കുന്നത്, ഇപ്പോഴും അത് ചെയ്യുന്നത്. കാണാറുണ്ട്. കൃഷിമിത്ര ചാനലല്ലേ, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. നിങ്ങളുടെ ചാനലിലും എല്ലാം കൃഷിയെക്കുറിച്ചുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അതിനകത്ത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് നല്ലതായിട്ട് ഇഷ്ടമാണ്. അതെ, കാണാൻ ഇഷ്ടമാണ്. സ്ഥിരമായിട്ട് കാണാറുണ്ട്. നല്ലതാണ്, ഇഷ്ടമാണ്. മറ്റൊരിടത്ത് നിങ്ങൾക്ക് കിട്ടാത്തൊരു വെറൈറ്റി തെങ്ങ് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്നതെല്ലാം ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. തേങ്ങ നല്ല വലിപ്പം കൂടുതലുള്ളതാണ്. അതായത് ഏകദേശം 1 കിലോ മുതൽ 2 കിലോയോളം വലിപ്പം വരുന്നത്, 1 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളം കിട്ടുന്നതായ ഒരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത്. ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയും. ഏറ്റവും വലിയ തേങ്ങയാണ്. ഞാൻ അതിൻ്റെ തൈ ഒന്ന് എടുത്ത് കാണിക്കാം. ഇതാണ് അതിൻ്റെ ഒരു തൈ. ഇത് മറ്റൊരു, ഇത് നമുക്ക് കരിക്കിനും തേങ്ങയ്ക്കും ഉപയോഗിക്കാം. പക്ഷേ തേങ്ങയ്ക്കാണ് ഏറ്റവും നല്ലത്. ഉൾക്കട്ടിയും ഓയിൽ കണ്ടന്റും കൂടുതലുള്ള തെങ്ങാണ്. ഇതിൽ പിന്നെ കൊമ്പഞ്ചല്ലി ചമ്പഞ്ചല്ലിയുടെ ആക്രമണം കൂടുതൽ ഉണ്ടാവാറില്ല. അതായത് ഇതിൻ്റെ കൂമ്പ് മണ്ട കുരുത്തോലം മധുരം കുറവാണ്. നട്ട് 3 വർഷം കഴിയുമ്പോഴത്തേക്ക്, ഏകദേശം 3.5 വർഷത്തിന് മുന്നേ തന്നെ അത് കായ്ച്ചു തുടങ്ങി 80 വർഷത്തോളം കായ്ഫലം കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഹൈബ്രിഡ് തെങ്ങാണ് ഈ കാണുന്ന ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി. നല്ല തെങ്ങാണ് ഇത്. നമുക്ക് 1 ഏക്കറിൽ ഒരു 100 പ്ലാന്റ് വെച്ച് നട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ 80 വർഷത്തോളം നമുക്ക് അതിൻ്റെ ഫലം കിട്ടും. നമ്മുടെ നഴ്സറിയിൽ മറ്റൊരു വെറൈറ്റി തെങ്ങുള്ളതെന്ന് പറയുമ്പോൾ 1000 കാച്ചി എന്ന് പറയും. 1000 കാച്ചി, അതായത് ഒരു കൊലയിൽ ഏകദേശം 500ഓളം തേങ്ങ കായ്ക്കും. 2 മാസം കൂടുമ്പോഴത്തേക്ക് ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ വെട്ടുമ്പോഴത്തേക്ക് 1000 തേങ്ങ, അതായത് 300 മുതൽ 500 വരെ ഉറപ്പായിട്ട് ഒരു കൊലയിൽ കിട്ടുന്ന തേങ്ങയാണ് ഈ തേങ്ങ. ഇത് നല്ല ഓയിൽ കണ്ടന്റ് ഉള്ളതാണ്. ഒരു തെങ്ങ് ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലെ തേങ്ങ അരയ്ക്കാനായാലും എണ്ണയ്ക്കായാലും ഒരു തെങ്ങ് മതിയാവും. ഇത് പഴുത്ത് പാകമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളം വറ്റും. ഈ തേങ്ങയ്ക്കുള്ളിൽ വെള്ളം വറ്റി തേങ്ങ നല്ല നെയ്ക്കണ്ടലുള്ള തേങ്ങയാവും. ഇത് നമുക്ക് ഇതിൻ്റെ തൊണ്ട് പൊതിച്ചെടുത്തിട്ട് അതിൻ്റെ ചിരട്ട തട്ടിപ്പൊട്ടിച്ച് നമുക്കതിനെ ഒരു 4-5 പീസാക്കിയിട്ട് ആട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടാവശ്യത്തിനുള്ള എണ്ണ 1 മൂട് തെങ്ങിൽ നമുക്ക് കിട്ടും. ഇത് പെട്ടെന്ന് കേടുവരാറില്ല. ഈ തേങ്ങയുടെ വലിപ്പം കണ്ടായിരുന്നോ? നിറച്ച് കായ്ക്കുന്ന നല്ലൊരു വെറൈറ്റി തെങ്ങാണ്. പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നത് 1000 കാച്ചി എന്നാണ്. 1000 കാച്ചി തെങ്ങ് എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ അല്ലാതെയുള്ള ഒരു പേരുണ്ട്, കൊബാരി കോക്കനട്ട് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ വരുന്ന പേര്. ഇത് സാധിക്കുമെങ്കിൽ ഒരു തെങ്ങ് നമുക്ക് നട്ട് തന്നെ പരിപാലിച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലെ ആവശ്യത്തിന് മതിയാവുന്ന രീതിയിലുള്ള തേങ്ങ വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന തെങ്ങ്. ഈ കാണുന്നത് നമുക്ക് തെങ്ങ് ഏകദേശം തടി വെച്ച് തുടങ്ങിയ വലിപ്പം കൂടുതലുള്ള തെങ്ങാണ്. ഇത് ഇനി നട്ട് 2 വർഷം ആകുമ്പോഴത്തേക്ക് ഇത് കാച്ചു തുടങ്ങും. ഇത് കുറ്റിയാടി ഇനത്തിൽപ്പെട്ട തെങ്ങാണ്. കുറ്റിയാടി ഇനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, നീർവാഴ്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ നടാൻ പറ്റിയതാണ്. നല്ല ഓയിൽ കണ്ടൻറ്റും തേങ്ങയും ഇത്തിരി സാധാരണ മിനിമം വലിപ്പമുള്ള തെങ്ങാണ്. ഇത് ഒരുപാട് വർഷം നിന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ നഴ്സറിയിൽ ഏകദേശം ഒരു 20ഓളം വെറൈറ്റി തെങ്ങുണ്ട്. ഈ കാണുന്നത് ടീൻ്റെ തെങ്ങാണ്. ഇത് നമ്മുടെ രാംഗംഗ എന്ന് പറയും. രാംഗംഗ എന്ന് പറയുമ്പോഴത്തേക്ക് ചെന്നൈയിലെ ഉമാപതി ലാബിൽ വികസിപ്പിച്ചെടുത്തൊരു ഹൈബ്രിഡ് തെങ്ങാണ്, കുഴിത്തെങ്ങ്. ഇത് നമുക്ക് ബാരലിൽ വേണമെങ്കിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ തെങ്ങാണ് രാംഗംഗ എന്ന് പറയുന്ന ഒരു വെറൈറ്റി തെങ്ങ്. ഈ കാണുന്നത് മലേഷ്യൻ്റെ ചെന്തങ്ങാണ്, ഗൗരി ഗാത്രം, മലേഷ്യൻ്റെയാണ്. അത് ചെറുതിലെ കായ്ക്കുന്നത് 2.5 വർഷം ആകുമ്പോഴത്തേക്ക് കായ്ച്ചു തുടങ്ങും. ഇത് കുറ്റിയാടിയുടെ നമ്മൾ നേരത്തെ കണ്ട ആ വലിയ തൈയുടെ അതിൻ്റെ അടുത്ത സൈസ് ചെറിയ തൈകളാണ് ഈ കാണുന്നത്. കോമാടൻ വെറൈറ്റിപ്പെട്ട തെങ്ങാണ് ഈ കാണുന്നത്. ഇത് 18 പട്ട എന്ന് പറയുമ്പോഴത്തേക്ക് 18ാമത്തെ മടൽ വരുമ്പോൾ അതിൽ തേങ്ങ കൂമ്പ് വരുന്ന ഒരു വെറൈറ്റിപ്പെട്ട തെങ്ങാണ് 18 പട്ട. 2.5-3 വർഷത്തിനുള്ളിൽ ഇത് കാച്ചു തുടങ്ങും. തേങ്ങയും കരിക്കിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു തെങ്ങാണ് ഈ കാണുന്നത്. ഇതാകുമ്പോഴത്തേക്ക് മലേഷ്യൻ്റെ യെല്ലോ വെറൈറ്റിയാണ്. ഈ കാണുന്നത് കേരകേസരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. കേരകേസരി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. മലേഷ്യൻ്റെ യെല്ലോ വെറൈറ്റിപ്പെട്ട തെങ്ങാണ് ഈ കാണുന്നത്. മലേഷ്യൻ്റെ യെല്ലോ. ഇത് കരിക്കിനും തേങ്ങയ്ക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഗംഗാബോണ്ടം, കരിക്കിന് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗംഗാബോണ്ടം എന്ന് പറയുന്ന തൈയാണ് ഈ കാണുന്നത്. ഇത് 2.5 വർഷം ആകുമ്പോഴത്തേക്ക് കാച്ചു തുടങ്ങും. ഈ കാണുന്നത് മലേഷ്യൻ്റെ പച്ചയാണ്. മലേഷ്യൻ്റെ പച്ച തെങ്ങെന്ന് പറയുമ്പോഴത്തേക്ക് അത് കരിക്കിനും തേങ്ങയ്ക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിപ്പം കൂടുതലുള്ള, അതായത് വെള്ളം നല്ല മധുരവും വെള്ളം കൂടുതൽ കിട്ടുന്ന ഒരു വെറൈറ്റി തെങ്ങാണ്. കരിക്കിനും തേങ്ങയ്ക്കും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് മലേഷ്യൻ്റെ പച്ച. നല്ലൊരു വെറൈറ്റിയാണ്. മറ്റുള്ള തെങ്ങ് പോലെ വലുതാതെ ചെറുതിലേ നിന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ മലേഷ്യൻ്റെ പച്ച. ഈ കാണുന്നത് ചാവക്കാടൻ കുള്ളൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമുക്ക് അരയ്ക്കാൻ തേങ്ങയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ നല്ലൊരു വെറൈറ്റിയാണ്. ഈ കാണുന്ന മലേഷ്യൻ്റെ ഗ്രീന്, കരിക്കിനും തേങ്ങയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ മലേഷ്യൻ ഗ്രീന്. നല്ല തൈകളാണ്. വേണ്ടതായിരിക്കുന്നത് മലേഷ്യൻ ഗ്രീനാണ്. അത് കരിക്കിനും നല്ല വെള്ളം മധുരമുള്ളത്, തേങ്ങയ്ക്കും അതേപോലെ നല്ല ഓയിൽ കണ്ടൻറ്റ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് മലേഷ്യൻ ഗ്രീന്. നമ്മുടെ നഴ്സറിയിൽ ഏകദേശം 20ഓളം വെറൈറ്റി തെങ്ങിൻ്റെ നല്ല ഹൈബ്രിഡ് തൈകൾ നമ്മുടെ നഴ്സറിയിൽ സെയിലിനായിട്ടിരിപ്പുണ്ട്. ഈ ഭാഗത്ത് കാണുന്നതെല്ലാം ഞാൻ പേര് പ്രത്യേകിച്ചൊന്ന് പറയാം. മലേഷ്യൻ യെല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് മഞ്ഞ കളറായിരിക്കും. മലേഷ്യൻ്റെയാണ്. കൊലയിൽ നിറച്ച് കഴിക്കുന്ന ഒരു നല്ല ഹൈബ്രിഡ് തെങ്ങാണത്. മലേഷ്യ റെഡ് ഉണ്ട്, തായ്ലാൻഡ് യെല്ലോ ഉണ്ട്,
18-ാം പട്ടയുണ്ട്, ഗംഗാബോണ്ടം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, കേരകേസരി എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, ചാവക്കാടൻ കുള്ളനുണ്ട്, കോമാടൻ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, കുറ്റിയാടി, നാടൻ, ഗൗരീഗാത്രം, DJM സമൃദ്ധി, സണ്ണങ്കി, ടീൻറ്റുടി, ഡീൻറ്റുറ്റി തുടങ്ങി 20ഓളം തെങ്ങിൻ്റെ ഹൈബ്രിഡ് തൈകൾ നമ്മുടെ നഴ്സറിയിൽ സെയിലിനായിട്ട് ധാരാളം സ്റ്റോക്കുണ്ട്. നമ്മുടെ നഴ്സറിയിൽ പ്ലാന്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു പുതിയ കസ്റ്റമറാണ്. വീട് തിരുമലയിലാണ്. ഗൾഫിൽ സൗദിയിലായിരുന്നു. ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് രാവിലെ വീട്ടിലെത്തിയതുള്ളൂ. അച്ഛനും അമ്മയും കൂട്ടി നേരെ അമ്പലത്തിൽ പോയിട്ട് നേരെ ഇങ്ങോട്ടാണ് പ്ലാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മളിങ്ങനെ നിങ്ങളെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഒരു 3 മാസത്തിന് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതാണ് അതിനായിട്ട് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കളക്ഷൻ കൂടുതലുണ്ട്. നഴ്സറി ഇഷ്ടപ്പെട്ടു. നല്ല ലൊക്കേഷനാണ്, പെട്ടെന്ന് കിട്ടും നമുക്ക്. ഇപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് വന്നത്. സാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് വന്നത്. കൊള്ളാം, നല്ല കളക്ഷൻസ് ഉണ്ട്. വളരെ ഹാപ്പിയാണ്. കൂടുതലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് സ്ഥലം കുറവായതിനുള്ള കുഴപ്പമില്ല. സ്ഥലം ഉണ്ടെങ്കിൽ ഇനി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ തന്നെ കുറേ ആയി. ഇനിയിപ്പോൾ നമ്മൾ അതെ കുറേ അടുത്താണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് വെച്ച് നോക്കിയിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ ബാക്കി പിന്നെ എടുക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് റീസണബിൾ ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, സത്യം ചോദിച്ചിട്ടില്ല. നമ്മളങ്ങനെ ചോദിച്ചു വയ്ക്കുന്ന ആഗ്രഹമില്ല. അവർക്കറിയാലോ എൻ്റെ വില എന്താണെന്ന്. അപ്പം നമ്മളങ്ങനെ അവരോട് ബാർഗൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ. പ്ലാനിൻ്റെ ക്വാളിറ്റി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വില എൻ്റെ അടുത്തൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ചെറുത് അധികം എടുക്കാതെ എല്ലാം വലിയ പ്ലാന്റാണല്ലോ എടുത്തത്. അതൊന്നത് നമുക്ക് ഇപ്പോൾ ഇത്തിരി താമസിച്ചു പോയി. പെട്ടെന്ന് കായ്ക്കട്ടെന്ന് വെച്ചിട്ട് മക്കൾക്കൊക്കെ അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. വളർന്നൊരു വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ല. വളരെ ഹാപ്പിയാണ്. നിങ്ങൾ ചാനൽ കണ്ടിട്ട് വന്നൊരു സന്തോഷം. പിന്നെ പുള്ളി കണ്ടിട്ട് വളരെ സന്തോഷം. നമുക്കൊരു വീട്ടിൽ ഒരു വർഷത്തിൽ എല്ലായ്പ്പോഴും ചക്ക വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കേണ്ട പ്ലാവാണ് ഈ വിയന്ന സൂപ്പർ എർലി പ്ലാവ്. വിയന്ന സൂപ്പർ എർലി പ്ലാവിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ചെറിയ പ്ലാവിൻ്റെ തൈകളാണ്. ഞാൻ ബഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് വിയന്ന സൂപ്പർ എർലിയുടെ തൈകൾ ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ മരം പോലെ ഏകദേശം 10 അടിയോളം ഹൈറ്റുള്ളതും കാച്ചു തുടങ്ങിയതായ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇത് 35 രൂപയ്ക്കാണ് ഞാൻ ഏകദേശം 1.5 വർഷം കൊണ്ട് നമ്മുടെ നഴ്സറിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബഡ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ആ വിലയ്ക്ക് കൊടുക്കാൻ കഴിയും. നേരത്തെ 30 രൂപയായിരുന്നു, ഇപ്പോൾ അത് 35 രൂപയാക്കി. ധാരാളം തൈ എൻ്റെ നഴ്സറിയിൽ ഇന്നിവിടെ സെയിലിനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുറത്ത് സേലത്തു നിന്നൊരു വണ്ടി വന്നിട്ട് 3000 രൂപ നഴ്സറിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കാം. ഇത് വിയന്ന സൂപ്പർ എർലി ആൾ സീസണാണ്. ഒരു വർഷത്തിൽ എല്ലായ്പ്പോഴും ചക്ക കായ്ക്കുന്ന ഒരു വെറൈറ്റി പ്ലാവാണ് ഈ വിയന്ന സൂപ്പർ എർലി പ്ലാവ്. ഇത് നമുക്ക് ബാരലിൽ വേണമെങ്കിൽ വെച്ച് നട്ട് കായ്പ്പിക്കാൻ പറ്റും. നമ്മുടെ നഴ്സറിയിൽ ബാരലിലൊക്കെ ധാരാളം കാച്ചിരിപ്പുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ പിന്നീട് അങ്ങോട്ട് കാണാൻ പറ്റും. ആൾ സീസണായിട്ട് കായ്ക്കുന്ന, വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തിലേക്ക് കായ്ക്കുന്ന ഒരു പ്ലാവാണ് ഈ വിയന്ന സൂപ്പർ എർലി പ്ലാവ്. എല്ലാ വീട്ടിലും ഓരോ നടുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ നമ്മുടെ നഴ്സറിയിൽ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 35 രൂപയുടെ വിയന്ന സൂപ്പർ എർലിയുടെ പ്ലാവ് മുതൽ കാച്ചു നിൽക്കുന്ന ഡ്രമ്മിൽ സെറ്റ് ചെയ്ത ഡ്രമ്മോട് കൂടിയ പ്ലാവ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. ഞങ്ങൾ നമ്മുടെ നഴ്സറിയിൽ 35 രൂപ കൊടുക്കുന്ന ഈ വിയന്ന സൂപ്പർ എർലി പ്ലാവാണ്. മറ്റ് പല പേരുകൾ, ആയൂർ ജാക്കെന്നും മറ്റ് പല പേരുകളിൽ അറിയപ്പെടുന്ന പ്ലാവ് ഇത് തന്നെയാണ്. ഇത് 35 രൂപയാണ് ഈ പ്ലാവ്. ഞങ്ങൾ 1.5 വർഷമായിട്ട് ഈ നഴ്സറിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ചെമ്പരത്തിപ്പൂ പോലെ, അതായത് നമ്മുടെ ഏകദേശം ചോര ചുവപ്പ് നിറമുള്ള ഏറ്റവും നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റി പ്ലാവാണ്. പ്ലാവിൻ്റെ തൈയാണ് ഈ വലത്തെ കയ്യിലിരിക്കുന്നത്. ഇത് തായ്ലാൻഡ് റെഡ് എന്ന് പറയും. ചുവപ്പെന്ന് പറഞ്ഞാൽ കടും ചുവപ്പായിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റും. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുള്ളൂ. ഈ വിയന്ന സൂപ്പർ എർലി പോലെ എല്ലാ സീസണിലും കായ്ക്കുന്നില്ല, വർഷത്തിൽ 2 പ്രാവശ്യം. ഇത് കുറച്ചുകൂടെ വളർന്ന് വലുതായിട്ടേ കായ്ക്കാറുള്ളൂ. ചക്ക ഭയങ്കര ടേസ്റ്റുള്ളതാണ്. തായ്ലാൻഡ് റെഡാണ് ഇതിൻ്റെ പേര്. നമ്മുടെ നഴ്സറിയിൽ നേരത്തെ ഈ തൈ 35 രൂപ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇനി മുതൽ നമുക്ക് 50 രൂപയ്ക്കാണ് ഈ ചെറിയ പ്ലാന്റ് കൊടുക്കുന്നത്. ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് ഏകദേശം ഒരു 10 അടിയോളം ഹൈറ്റുള്ള വലിയ മരം പോലായ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. നമുക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ സൈസ് നോക്കി ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഈ തായ്ലാൻഡ് റെഡ് പ്ലാവിൻ്റെ നേരത്തെ 35 ആയിരുന്നു, ഇപ്പോൾ 50 രൂപ ആക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1000 പ്ലാവ് ബഡ് ചെയ്താൽ അതിലൊരു 500-600 എണ്ണ ബഡായി കിട്ടുള്ളൂ. ബാക്കി അത്രയും നശിച്ചു പോവേണ്ട. അതുകൊണ്ട് നമുക്കത് നഷ്ടം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ 50 രൂപ ആക്കിയത്. നമ്മുടെ വിയന്ന സൂപ്പർ എർലി പ്ലാവും തായ്ലാൻഡ് റെഡും എത്ര 1000 തൈ വേണമെങ്കിലും നമുക്കിവിടെ ധാരാളം കളക്ഷൻ ഉണ്ട്. പല നഴ്സറികളിലും നമ്മളെ നിന്ന് കൊണ്ടുപോയിട്ട് കവർ മാറ്റിയാണ് ഇത് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ വിയന്ന സൂപ്പർ എർലിയുടെ 35 രൂപയുടെ പ്ലാവ് സേലത്ത്, തമിഴ്നാട് സേലത്ത് ഒരു നഴ്സറിക്ക് സ്ഥിരം അവർ കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ഒരു 3000 തൈ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്നതാണ്. നമ്മുടെ തോട്ടത്തുനിന്ന് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്ന വിയന്ന സൂപ്പർ എർലിയുടെ 35 രൂപയുടെ പ്ലാവ് ഈ സേലം നഴ്സറിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ വണ്ടിയിൽ കയറ്റുന്നതാണ് ഈ കാണുന്നത്. ഇതുപോലെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്, കർണാടക 5000-10000 തൈയൊക്കെ നമ്മൾ ഇങ്ങനെ കയറ്റി വിടുന്നുണ്ട്. നമ്മുടെ നഴ്സറിയിൽ ഈ ഭാഗത്ത് കാണുന്നത് എല്ലാം നമുക്ക് ഒരു നമ്മുടെ നാടൻ വെറൈറ്റി മാവല്ല, ഇതെല്ലാം വിദേശിയായിട്ടുള്ള വെറൈറ്റി മാവുകളുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളാണ് ഇവിടെ ഈ കാണുന്നത്. അത് കുറച്ചൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഈ കാണുന്നത് റെഡ് ഐവറി മാംഗോ ആണ്. ഇത് സിഷി മാംഗോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്, സിഷി മാംഗോ. ഈ കാണുന്നത് ചില്ലി മാംഗോ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി മാവാണ് ഈ കാണുന്നത് ചില്ലി. ഇത് ഇവിടെ ഇരിക്കുന്നത് ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്, ബഡ് തൈയല്ല, ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റി പെടുന്ന മാവുകളാണ്.
ഇത് കാറ്റിമോൺ മാംഗോ, തായ്ലാൻഡിൻ്റെ കാറ്റിമോൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാവാണ്. ഈ കാണുന്നത് 4 kg, ഒരു മാങ്ങ 4 കിലോയോളം വലിപ്പമുള്ള 4 kg മാവാണ്. മാവിൻ്റെ തൈയാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത് ബ്ലാക്ക് മാംഗോ, മാവിൻ്റെ തളിര് ഇലതാണ്ട് ഇങ്ങനത്തെ കാണാൻ ഭംഗിയായിരിക്കും, നല്ലൊരു ഭംഗിയുള്ളൊരു കളറിലാണ് അതിൻ്റെ തളിര് വരുമ്പോഴുള്ള കളറ്. മാങ്ങയുടെ പുറം നല്ല ബ്ലാക്ക് കളറായിരിക്കും, ഉള്ളു നല്ല ചുവപ്പ് കളറായിരിക്കും, സീഡ് ചെറുതായിരിക്കും, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി മാവാണ് ബ്ലാക്ക് മാംഗോ. ഇവിടെ ഈ കാണുന്നത് ബേരി 30 മാംഗോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇവിടെ ഈ കാണുന്നത്. ഇവിടെ ഈ കാണുന്നതെല്ലാം മൾട്ടിഗ്രാഫ്റ്റാണ്, അതായത് ഒരു മാവിൽ തന്നെ 3, 4, 5 പ്ലാന്റുകൾ ബഡ് ചെയ്ത മൾട്ടിഗ്രാഫ്റ്റ് വെറൈറ്റി പെടുന്ന മാവുകളാണ്. അതിവിടെ ഈ ഭാഗത്ത് കാണുന്നതെല്ലാം. ഇത് ബ്രൂണായ് കിങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ബ്രൂണായ് കിങ് സൂപ്പർ ക്യൂൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാവാണ് ഈ കാണുന്നത്. സൂപ്പർ ക്യൂന് ഈ കാണുന്നതെല്ലാം കെസർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി മാവാണ്. ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്, ബഡല്ല. ഇത് വളരെ നേരത്തെ കായ്ക്കുന്നൊരു വെറൈറ്റി മാവാണ് ഈ കാണുന്ന ദസരി എന്നാണ് അതിൻ്റെ പേര്, ദസരി മാംഗോ. ഈ ഇരിക്കുന്നത് R2 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി മാവാണ് R2. മാങ്ങ ഏകദേശം പഴുത്ത് അത് പൂർണ്ണമായി അതിൻ്റെ വളർച്ചയെത്തി പഴുക്കേണ്ട ഒരു ടൈം ആകുമ്പോഴത്തേക്കും മാങ്ങ നല്ല റെഡ് കളറാവും. ഏകദേശം 1 കിലോയോളം ഒരു മാങ്ങ വലിപ്പം വരും. നമ്മളൊരു മാങ്ങ പഴുക്കുമ്പോഴത്തേക്ക് അത് കട്ടി വെച്ച് നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റിൻ്റെ ഒരു പ്ലേറ്റ് ഏകദേശം മാങ്ങ ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റിയാണ്. ഒരു കൊലയിൽ ഒരെണ്ണം കാഴ്ച 1 കിലോയോളം വരും. ഒരു കൊലയിൽ 2 മാങ്ങ കായ്ക്കേണ്ടതുണ്ടെങ്കിൽ ഒരു 500-600 ഗ്രാം വെച്ച് മാങ്ങ വരും. നല്ലൊരു മാവ് കാണാനും നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു വെറൈറ്റി മാവാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ വലിയ പ്ലാന്റ് അപ്പുറത്തിരിപ്പുണ്ട്, ഞാനത് കാണിച്ച് പറയാം. ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. ഇതെൻ്റെ ചെറിയ തൈകളാണ്. ഈ ഇരിക്കുന്നതെല്ലാം ചെറിയ തൈകളാണ്. ഇപ്പോൾ ബനാന മാംഗോ പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇത് ബനാന മാംഗോയുടെ പിങ്ക് കളറിൽ പെടുന്നതാണ്. ഇത് ബനാന മാംഗോയുടെ യെല്ലോ വെറൈറ്റി പെടുന്നതാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടിരിക്കുന്നത് മിയാസാക്കി, വേൾഡിൽ നമ്പർ 1 എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വിലയുള്ള മാവാണ് ഈ മിയാസാക്കി മാവ്. മിയാസാക്കി മാവിൻ്റെ 2 കളർ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഒന്ന് റെഡ്, ഒന്ന് പിങ്ക്, 2 കളറുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ളതെന്ന് പറഞ്ഞാൽ പുതിയ വീട് വെച്ച് പാല് കാച്ചുന്ന ടൈമിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആൾക്കാർ ധാരാളം വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു വെറൈറ്റിയാണ് മിയാസാക്കി. 1 കിലോ മാമ്പഴത്തിന് 3 ലക്ഷം രൂപയോളം വിലയുണ്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഇടയ്ക്ക് ഇതിൻ്റെ ഒക്കെ വീഡിയോകൾ വരാറുണ്ട്. ഇത് നമ്മളൊരു മാവ് വീടിൻ്റെ മുറ്റത്ത് നടുന്നത് നമുക്ക് ഒരു പ്രത്യേക ഒരു ഐശ്വര്യം തന്നെയാണ്. ഇത്രയും വിലയുള്ളൊരു മാവ് നടുക എന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെയാണ് ഈ മാവ്, നല്ലതാണ്. അതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. വലിയ പ്ലാന്റുകൾ അപ്പുറത്തിരിപ്പുണ്ട്, നമ്മൾ ബാരലിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നഴ്സറി വന്നാൽ നേരിട്ട് കണ്ടത് വാങ്ങാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞിരുന്ന മാവുകളുടെ എല്ലാം വലിയ 21 കവറിലുള്ള വലിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. നാംഡോക്മായി, ബനാന മാംഗോ, R2 തുടങ്ങി ഈ പറഞ്ഞ വെറൈറ്റികൾ പെടുന്നതിൻ്റെ എല്ലാ വലിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നത്. ഏകദേശം 10 അടിയോളം ഹൈറ്റുള്ള മാവുകളാണ് ഇവിടെ ഈ കാണുന്നത്. ഈ ഇരിക്കുന്നത് നാംഡോക്മായി, തായ്ലാൻഡ് വെറൈറ്റിയിൽ ഏറ്റവും മെച്ചപ്പെട്ട മാവാണ് നാംഡോക്മായി. ആൾ സീസണാണ്, ചെറിയ സീഡായിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ അലങ്കാര ചെടി പോലെ നിന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് നാംഡോക്മായി. തായ്ലാൻഡ് വെറൈറ്റിയിൽ ഏറ്റവും മെച്ചപ്പെട്ട മാവാണ്. നമ്മുടെ നഴ്സറിയിൽ ചെടികളില്ല, ഫ്രൂട്ട് പ്ലാന്റുകൾ സ്വദേശിയും വിദേശിയുമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം 1000ഓളം കളക്ഷൻ പ്ലാന്റുകളാണ് ഉള്ളത്. ഈ കാണുന്നത് വലിയ മരമായിട്ടുള്ളത്, ഇത് 10 അടി കൂടുതൽ ഹൈറ്റുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 6 അടിയോളം 6 അടിക്കടുത്ത് ഹൈറ്റുണ്ട്, പക്ഷേ ഏകദേശം 10 അടി കൂടുതൽ ഹൈറ്റുള്ള വലിയ മരമായിട്ടുള്ള മാവാണ് ഈ കാണുന്നത്. മാവിൻ്റെ കലപ്പാടി, ഇത് നമ്മുടെ കോട്ടൂർക്കുടം വരിക്ക, തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള മാവാണ് കോട്ടൂർക്കുടം വരിക്ക. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ഈ കാണുന്നത് ഈ പുതിയ വീട് വെച്ച് പാല് കാച്ചുന്നവർക്കും വീട് വച്ച് വിൽക്കുന്നവർക്കൊക്കെ വീടിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വലിയ പ്ലാന്റുകൾ അന്വേഷിച്ച് കിടന്ന് വാങ്ങിക്കൊണ്ട് വയ്ക്കാറുണ്ട്. അതിനുള്ള രീതിയിലുള്ള പ്ലാന്റുകൾ ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ഇതെല്ലാം നേരത്തെ കായ്ക്കുന്നത് ഇപ്പോൾ പൂവായി കാവുള്ള മാവുകളുണ്ട്. ഈ കാണുന്നത് കലപ്പാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതും വലിയ മരം പോലായ വലിയ പ്ലാന്റുകളാണ്. ഇതെല്ലാം വർഷങ്ങളോളം കൊണ്ട് കാച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ്. ഈ കാണുന്നത് കലപ്പാടിയാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട മാവാണ് കലപ്പാടി. ഇപ്പോൾ കേരളത്തിൽ ധാരാളം ആൾക്കാർ വയ്ക്കുന്ന ഒരു വെറൈറ്റി മാവാണ് കലപ്പാടി. അതിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ ചെറിയ ഇലയാണ്, ആൾ സീസണാണ്. സീസൺ ഇല്ലാതെയും കായ്ക്കും, സീസണിൽ കൂടുതൽ കായ്ക്കും. സീസൺ ഇല്ലാത്ത സമയങ്ങളിൽ കുറച്ച് കായ്ക്കുന്ന, അധികം പുഴുക്കേട് വരാത്ത, നാര് കുറവുള്ള, നല്ല മധുരമുള്ള, അധികം വലിപ്പം ഇല്ലാത്ത ഒരു വെറൈറ്റി മാവാണ് കലപ്പാടി മാവും നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കാൻ അലങ്കാര ചെടി പോലെ നിന്ന് കായ്ക്കുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി മാവാണ് കലപ്പാടി. ഇതിൻ്റെ ഏറ്റവും ചെറിയത് നമുക്ക് 150 മുതലുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 10 അടിയോളം ഹൈറ്റ് വരുന്ന വലിയ മരം പോലായ മാവുകളാണ് ഈ കാണുന്നത്. നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരുന്ന മാവ്, പ്ലാവ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു വെറൈറ്റിയാണ് റംബുട്ടാൻ്റെ 11 വെറൈറ്റി നമ്മുടെ നഴ്സറിയിലുണ്ട്. വലിയ മരം പോലായി കാച്ച പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ധാരാളം നമ്മളെ തോട്ടത്തിൻ്റെ അപ്പുറത്ത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ വലിയ പ്ലാന്റുകളാണ് റംബുട്ടാൻ. N18 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ കാണുന്നതെല്ലാം N18 ആണ്. N18 റംബുട്ടാൻ്റെ ഗുണം പറയുമ്പോൾ
ഈന്തപ്പഴം കുരു ഇളകി വരുന്നത് പോലെ അത് പൊളിഞ്ഞു വരും. അതിൻ്റെ മാംസള ഭാഗം നമുക്ക് തന്നെ അത് കഴിക്കാനായിട്ട് പറ്റും. അതിൻ്റെ കുരു അതിൽ നിന്ന്, അതിൻ്റെ വിത്ത് സീഡ് അതിൽ നിന്ന് ഇളകി വരുന്നൊരു വെറൈറ്റിയാണ് N18 എന്ന് പറഞ്ഞത്. N18 നല്ല മധുരം കൂടുതലുള്ളതാണ്, കാ വലിപ്പം കൂടുതലാണ്. അത് പഴുത്തു കഴിഞ്ഞാൽ കൊലയിൽ കൂടുതൽ ദിവസം കേടാവാതെ മരത്തിൽ തന്നെ നിൽക്കുകയും പറിച്ചു വെച്ചാൽ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റംബുട്ടാനിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് N18. N18ൻ്റെ ഏറ്റവും ചെറിയ തൈ മുതൽ ഏറ്റവും വലിയ കാച്ചു നിൽക്കുന്ന വലിയ മരം പോലെയായ പ്ലാന്റുകൾ വരെ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. റംബുട്ടാനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നഴ്സറി ചിലവാകുന്നത് N18 വെറൈറ്റിയാണ്. N18 വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് നമുക്ക് ബ്രൂൺ ചെയ്ത് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് അത് വളർത്താൻ പറ്റും. അങ്ങനെ ഈ റംബുട്ടാനിൽ ഒരു 11ഓളം വെറൈറ്റി ഉണ്ട്. സ്കൂൾ ബോയ്, ബെഞ്ചായി, മഹാരളിക തുടങ്ങി ഒരു 11 വെറൈറ്റി റംബുട്ടാൻ നമ്മുടെ നഴ്സറിയിലുണ്ട്. മഞ്ഞയിൽ 2 വെറൈറ്റി ഉണ്ട്, സീസർ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, KG 10 എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. KG 10 എന്ന് പറയുമ്പോഴത്തേക്ക് 1 കിലോയ്ക്ക് 10 മതിയാവും. സീസറും അതേപോലെ വലിപ്പം കൂടുതലുള്ള ഒരു ഫ്രൂട്ട് കിട്ടുന്ന വെറൈറ്റിയാണ് സീസർ. ഈ റംബുട്ടാനിൽ ഇതെല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട റംബുട്ടാനാണ്. പക്ഷേ N18 ആകുമ്പോൾ കൊലയിൽ എണ്ണം കൂടുതൽ പിടിക്കും. ഈ കാണുന്നത് മാംഗോസ്റ്റിൻ, പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ. മാംഗോസ്റ്റിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏകദേശം ഒരു 100 വർഷത്തോളം നമുക്ക് അതിൻ്റെ ഫലം തരുന്നൊരു പ്ലാന്റാണ് മാംഗോസ്റ്റിൻ. സീഡ് നടുന്നതായിരിക്കും നല്ലത്. ഗ്രാഫ്റ്റ് തൈയേക്കാളും കായ് എണ്ണം കൂടുതൽ കിട്ടുന്നത് സീഡ് നട്ട് കായ്ക്കുന്നതിനാണ്. ചെറിയ തൈ നമ്മൾ നട്ട് കഴിഞ്ഞാൽ 7 മുതൽ 8 വർഷം വരെ ആവും അത് കായ്ച്ച് കിട്ടാനായിട്ട്. അധികം വെയിൽ വേണ്ട, കുറച്ച് ഷെയ്ഡുള്ളിടത്ത് നടാൻ പറ്റിയൊരു പ്ലാന്റാണ് മാംഗോസ്റ്റിൻ. മാംഗോസ്റ്റിൻ്റെ ഫ്രൂട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളതാണ്. ഏകദേശം ഒരു 300 രൂപയോളം 1 കിലോയ്ക്ക് വില വരുന്നൊരു ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ. അതിൻ്റെ 100 രൂപ മുതലുള്ള പ്ലാന്റ് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഏറ്റവും ചെറുത് 100 രൂപ. പ്ലാവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ വിയന്ന സൂപ്പർഗളിയുടെ പ്ലാവാണ്. ഇത് കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഈ കാണുന്നതെല്ലാം വിയന്ന സൂപ്പർഗളി എന്ന് പറഞ്ഞാൽ ആൾ സീസൺ വെറൈറ്റി പെടുന്ന പ്ലാവാണ്. ഇത് J33 ചക്കയിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള വെറൈറ്റികൾ പെടുന്ന ഒരു പ്ലാവാണ് J33. ഇത് ഏകദേശം 10 അടിയോളം ഹൈറ്റ് വരുന്നതാണ്. ഇത് J33. ഇത് തായ്ലാൻഡ് റെഡ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ചെമ്പരത്തിപ്പൂ പോലെ നല്ല ചുവപ്പ് നിറമുള്ള വെറൈറ്റി പെടുന്നതാണ് ഈ തായ്ലാൻഡ് റെഡ് എന്ന് പറയുന്ന വെറൈറ്റി. ഈ പ്ലാവിൻ്റെ സിദ്ധു ഉണ്ട്, അതേപോലെ ഇബിയാർക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട്, കംബോഡിയൻ ഓറഞ്ച് ആക്കുണ്ട്. പ്ലാവിൻ്റെ ഏകദേശം ഒരു 30ഓളം വെറൈറ്റി പ്ലാവ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കുണ്ട്. ഇതൊരു ആയുർവേദ മെഡിസിൻ പ്ലാന്റാണ്. ഇത് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൽ നമ്മുടെ പഴത്തോട്ടത്തിൽ നടാൻ പറ്റിയ നല്ലൊരു ഔഷധ ചെടിയാണ് ഈ കാണുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയുള്ള, ഇത് ഫ്രൂട്ട് ഇങ്ങനെ കാച്ചു നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളത്. ആര് വന്ന് കണ്ടാൽ ഇത് എന്താണ് ഫ്രൂട്ടെന്ന് ചോദിക്കും. അത്രയ്ക്ക് നല്ല മനോഹരമായ, ഇത് നന്നായിട്ട് പഴുത്തില്ല, പഴുക്കുമ്പോഴത്തേക്ക് നല്ല റെഡ് കളറായിരിക്കും. ഇതിൻ്റെ ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പഴുത്ത് പാകമായി വരുമ്പോൾ ഇതിനെ പൊളിച്ച് ഇതിൻ്റെ തോല്, അതായത് പുറംതോട് ഒന്ന് നമ്മളത് ഉണക്കി നിശ്ചിത അളവിൽ നമ്മൾ ആ വെള്ളത്തിൽ കുടിക്കുന്ന വെള്ളത്തിൽ നിത്യേന അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും ഏറ്റവും നല്ലൊരു ആയുർവേദ മെഡിസിൻ ഫ്രൂട്ടാണ് ഈ കാണുന്ന മക്കോട്ട ദേവയുടെ ഫ്രൂട്ട്. അതിൻ്റെ ചെറുതും വലുതുമായി ഇതെല്ലാം നിറച്ച് കാച്ചു നിൽക്കുന്നതാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് 100 രൂപ മുതലുള്ള ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും നമ്മുടെ നഴ്സറിയിൽ ധാരാളം സ്റ്റോക്കുണ്ട്. ഈ ഇരിക്കുന്നത് ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ഒരു വെറൈറ്റി പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്ന ആപ്പിൾ ചെടി. ഇത് മരമുന്തിരി, ജബോട്ടിക്കാബ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്തെല്ലാം നിറച്ച് കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു 7-8 വെറൈറ്റി പ്ലാന്റ് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇതെല്ലാം വലിയ മരം പോലെ ആവുന്നതല്ല, നമുക്ക് വീട് മുറ്റത്ത് ചെടി പോലെ ബാരലിൽ വേണമെങ്കിലും വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ജബോട്ടിക്കാബ, മരമുന്തിരി എന്ന് പറയുന്നത്. അതിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം കാച്ചതാണ്. അതിനകത്തെല്ലാം നിറച്ച് നിറഞ്ഞ് നിൽപ്പുണ്ട്. ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട്, വലിയ മരം പോലായിട്ട് കായ്ക്കുന്ന വെറൈറ്റി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി വീടിൻ്റെ മുറ്റത്തൊക്കെ നടുന്നതായിരിക്കും ചെടിയേക്കാൾ ഭംഗിയായിട്ട് കാച്ചു നിൽക്കുന്നത്. ഈ കാണുന്നത് അയണി, ആഞ്ഞിൽ വെറൈറ്റിപ്പെട്ട കെൽഡാൻ എന്ന് പറയും. ഇത് വിദേശിയായിട്ടുള്ളൊരു അയണിച്ചക്കയാണ്. നമുക്ക് അയണി മരം നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലുണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റില്ല, അത് കാക്കയെ ഭക്ഷിച്ചിട്ട് പോകും. നമുക്ക് പറിക്കാനായിട്ട് അത് വളരെ ഹൈറ്റ് കൂടി വളരുന്നൊരു മരമാണ്. ഇത് വിദേശിയാണ്. നമ്മുടെ നാട്ടിലെ ഒരു ആഞ്ഞിലിൻ്റെ ബഡുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള അയണിയുടെ ബഡ് തൈയാണ്. ഇത് ചെറുതിലെ മാവ് പോലെ നിന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റി അയണിച്ചക്കയാണ്. ഒരുപാട് പോഷകഗുണമുള്ള ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് അയണിച്ചക്ക. അത് നമുക്ക് വീടിൻ്റെ മുറ്റത്തല്ല നമ്മുടെ പഴത്തോട്ടത്തിൽ വയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് അയണി. റംബുട്ടാൻ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു ചെടിയാണ് പുലാസാൻ. എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3-4 റംബുട്ടാൻ പഴത്തിൻ്റെ അത്രയും വലിപ്പം ഉണ്ടാവും ഒരു പഴത്തിന്. അതിൻ്റെ പുറം നമ്മളെ കാപ്പിപ്പൊടി കളറായിരിക്കും, സ്വീഡ് ചെറുതായിരിക്കും, ഫ്ലഷ് കഴിക്കാനായിട്ട് കൂടുതലുള്ള നല്ലൊരു വെറൈറ്റിയാണ് ഈ പുലാസാൻ എന്ന് പറഞ്ഞ വെറൈറ്റി. പുലാസാൻ്റെ ഏകദേശം ഒരു 10 അടിയോളം ഹൈറ്റുള്ള വലിയ പ്ലാന്റ് നമ്മുടെ നഴ്സറിയിലുണ്ട്, ചെറുതുമുണ്ട്. ഈ കാണുന്നത് ലോങ്ങൻ്റെ കുറച്ച് വെറൈറ്റികൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. ലോങ്ങൻ്റെയും കുറേ ഹൈബ്രിഡ് വെറൈറ്റി നമ്മുടെ നഴ്സറിയിലുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു 8-10 അടിയോളം ഹൈറ്റുള്ള വലിയ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്കുണ്ട്. ചെറുത് മുതൽ വലുതും നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ലോങ്ങൻ. ഈ കാണുന്നത് മുള്ളാത്ത എന്ന് പറയും, നമ്മുടെ ഇവിടെ ആത്തിച്ചക്ക എന്നൊക്കെ പറയും. അതായത് ഏകദേശം 5 അടിയോളം ഹൈറ്റുള്ള വലിയ പ്ലാന്റാണ് ഈ കാണുന്നത്. അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട്. വളരെയധികം രോഗപ്രതിരോധ ശേഷിയുള്ള നല്ലൊരു ഫ്രൂട്ടാണ് മുള്ളാത്ത. നമ്മുടെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്, നല്ലൊരു ഫ്രൂട്ടാണത്.
ഈ കാണുന്നത് നമ്മുടെ മാതളം ഫ്രൂട്ട് നമുക്ക് ഇഷ്ടംപോലെ ഇപ്പോൾ ധാരാളം കിട്ടുന്നതാണ്. നമുക്ക് അയൺ കണ്ടൻറ്റ് പ്ലാറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാനായിട്ട് മാതളം ഫ്രൂട്ട് നല്ലതാണ്. അതിൻ്റെ പ്ലാന്റാണ് ഈ കാണുന്നത്. മാതളത്തിൻ്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു 3 കളർ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. മഞ്ഞ കളറുണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. 3 കളർ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്കുണ്ട്. ഈ കാണുന്നത് ചന്ദന മരത്തിൻ്റെ പ്ലാന്റിൻ്റെ തൈയാണ്, ചെറിയ തൈയാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇതിപ്പോൾ പഴയ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പറമ്പിൽ നമുക്ക് തന്നെ നട്ടു വളർത്താം. ഈ കാണുന്നത് ദേവദാരു എന്ന് പറഞ്ഞൊരു ഒരു ഔഷധ ചെടിയാണ്. അതായത് അലങ്കാര ചെടി പോലെ, ക്രിസ്മസ് ട്രീ പോലെ നമുക്ക് നട്ടു വളർത്താനും. ഇതിൻ്റെ ഇല ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. ഇതൊന്നും ഇങ്ങനെ നമ്മൾ തിരുമ്മിയിട്ട് നമ്മളൊന്നിങ്ങനെ മൂക്കിൽ പിടിച്ചു കഴിഞ്ഞാൽ എത്ര കടുത്ത തലവേദന മാറാനായിട്ട് നമുക്ക് ചെടി പോലെ വീടുമുറ്റത്ത് ചെടിച്ചട്ടിയിൽ വേണമെങ്കിലും വീടിൻ്റെ പഴത്തോട്ടങ്ങളിൽ വേണമെങ്കിലും വെച്ച് നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് ഈ കാണുന്ന ദേവദാരു. ഒരു ചെടിയെങ്കിലും ഒരു വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഈ കാണുന്നത് നെല്ലിയുടെ റെഡ് നെല്ലിയാണ്. അതായത് നെല്ലിയുടെ ഇലയും ചുവപ്പായിരിക്കും, നെല്ലിക്കായും ചുവപ്പായിരിക്കും. ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ്. നല്ലതാണ്. നെല്ലിക്ക വലിപ്പം കൂടുതലുള്ള റെഡ് നെല്ലി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ സാധാ വെറൈറ്റി പച്ച അപ്പുറത്തിരിപ്പുണ്ട്. അത് കാച്ചു തുടങ്ങിയ വലിയ പ്ലാന്റുകളാണ് ആ കാണുന്നത്. അത് കൊണ്ട ഗ്രാഫ്റ്റ് തൈയുണ്ട്, ബഡ് തൈയുണ്ട്. ഈ കാണുന്നത് ഗ്രാമ്പു നമുക്ക് നമ്മുടെ സുഗന്ധവർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഗ്രാമ്പുവിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റ് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്ന ഇസ്രായേൽ അത്തി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ചെറുതിലേക്ക് കായ്ക്കുന്നതാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഈ അത്തി. ഇത് ഇസ്രായേൽ അത്തിയാണ് ഈ കാണുന്നത്. ഇത് റൊളീനിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്തിച്ചക്ക കുടുംബത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ഈ റൊളീനിയ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്. അതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്നത് ബേറാപ്പിളിൻ്റെ റെഡുണ്ട്, പച്ചയുണ്ട്. ഏകദേശം നമ്മുടെ ചെറിയൊരു ആപ്പിളിൻ്റെ അത്രയും വലിപ്പത്തിൽ അതേ ടേസ്റ്റിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് ഈ ബേറാപ്പിളിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈകളാണ് ഈ കാണുന്നത്. ഇത് റെഡാണ്, ഈ കാണുന്നത് പച്ചയാണ്. കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം അതിൻ്റെ ചെറിയ കായാണ്. കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത് തായ്ലാൻഡ് വെറൈറ്റിപ്പെട്ട വളരെ ചെറുതിലേ കായ്ക്കുന്നൊരു മാവാണ് ഈ കാണുന്നത്. എൻ്റെ ഇലയും മാവും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ബോൾ പോലെ ഉരുണ്ട് നിൽക്കും. നമ്മൾ വീട് മുറ്റത്തൊക്കെ ചെടി പോലെ നട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ നിന്ന് വളരുന്ന ഒരു വെറൈറ്റിയാണ് ഈ തായ്ലാൻഡ് വെറൈറ്റിപ്പെട്ട ഈ കാണുന്ന മാവുകൾ. ഈ കാണുന്നത് അവക്കാഡോ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കായി ട്രോപ്പിക്കൽ വെറൈറ്റി അവക്കാഡോയാണ് ഈ കാണുന്നത്. അവക്കാഡോ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക വളർച്ചയ്ക്ക് കിട്ടുന്ന പ്രോട്ടീൻ ഫ്രൂട്ടാണ്. വിദേശ രാജ്യങ്ങളിൽ എല്ലാ ദിവസവും ഭക്ഷണത്തിനോടൊപ്പം ഉൾപ്പെടുത്തുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ് അവക്കാഡോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാർ നട്ട് കാച്ചു തുടങ്ങുന്നുണ്ട്. ട്രോപ്പിക്കൽ വെറൈറ്റി ഈ ഇരിക്കുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കുണ്ട്. ഏകദേശം ഒരു 5 അടിയോളം ഹൈറ്റുള്ള അവക്കാഡോയുടെ വലിയ പ്ലാന്റ് നമുക്ക് അപ്പുറത്ത് സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ട്. അത് കാണിക്കാം. ഇതെൻ്റെ ചെറിയ പ്ലാന്റുകളാണ്. അവക്കാഡോ നമ്മുടെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇവിടെ ഈ കാണുന്നത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ചെറിയ പ്ലാന്റാണ്. ഇതും ഈ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ഇത് പൂത്തു തുടങ്ങിയതാണ്. ഇത് കാച്ചു തുടങ്ങിയ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് എല്ലാ വീടുകളിലും ഒരു പ്ലാന്റെങ്കിലും നടുന്നത് നല്ലതായിരിക്കും. ഡയബറ്റിക് അസുഖമുള്ളവർക്ക് ഈ ഒരു ഫ്രൂട്ട് നമ്മൾ വായിലൊന്ന് അലിയിച്ചിട്ട് നാരങ്ങ പുഴുങ്ങി കുടിച്ചാലും വിത്തൗട്ട് ചായ കുടിച്ചാലും നല്ല മധുരമായിരിക്കും. ഏകദേശം 2 മണിക്കൂറോളം ആ ഒരു ടേസ്റ്റ് നമുക്കുണ്ടാകും. ഇതിൻ്റെ ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് കീമോതെറാപ്പിയോ അതുപോലുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് വായ്ക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു പഴം നമ്മളൊന്ന് വായിൽ അലിയിച്ചിട്ട് ഭക്ഷണം ഏത് കഴിച്ചാലും നല്ല ടേസ്റ്റായിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും. ഈ കൊച്ചു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫുഡ് കഴിക്കാൻ വായ്ക്കൊരു ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് വായിൽ അലിയിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ആൾ സീസണാണ്, എല്ലാ സമയത്തും കഴിക്കും. നമുക്ക് വീട് മുറ്റത്തൊക്കെ ചെടിച്ചട്ടിയിൽ വേണമെങ്കിൽ നട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് മിറാക്കിൾ ഫ്രൂട്ട്. അതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ 150 രൂപ മുതൽ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഏകദേശം ചെറുതിലേ കാച്ചു തുടങ്ങുന്ന പ്ലാന്റുകളാണ് നമ്മുടെ നഴ്സറിയിലുള്ള ഒട്ടുമിക്ക പ്ലാന്റുകളിലും പൂവും കായും ആയി തുടങ്ങിയതാണ്. ഇത് ധാരാളം നമുക്ക് കായ്ഫലം എപ്പോഴും കിട്ടുന്നതാണ്. ഇത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചൊരു ഫ്രൂട്ടാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ മിറാക്കിൾ എന്ന് പറഞ്ഞൊരു ഘടകമാണ് നമ്മുടെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായിലെ സ്വാദുമൂലങ്ങളിൽ ആ മിറാക്കിൾ എന്ന് പറയുന്ന ഒരു രാസവസ്തു നമ്മുടെ വായിൽ പുരളുന്ന സമയത്താണ് നമുക്ക് ആ ഒരു രൂപമാറ്റം തോന്നിക്കുന്നത്. എല്ലാവരും ഒരു വീട്ടിലെങ്കിലും ഒരു പ്ലാന്റ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ കാണുന്നത് നമ്മുടെ ലൗലനെല്ലിയുടെ പുതിയൊരു വെറൈറ്റിയാണ്, സ്വീറ്റ് ലൗലനെല്ലി, മധുരമുള്ള ലൗലനെല്ലിക്ക്. അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തേയാണ്. ഇതെല്ലാം അതിനകത്തെല്ലാം കുറച്ച് കാച്ചു തുടങ്ങിയ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ബേക്കറി ചെറി നമുക്ക് പ്രോസസ്സ് ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ, തന്നെ കഴിക്കാൻ പറ്റില്ല. ഇതതിൻ്റെ പ്രോസസ്സ് ചെയ്യാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മധുരമുള്ള പുതിയൊരു വെറൈറ്റി ചെറിയാണ് ഈ സ്വീറ്റ് ചെറി. നല്ലതാണ്. ഇത് നമുക്ക്
മുള്ളുള്ളത് കാരണം വീടിൻ്റെ കോമ്പൗണ്ട് മാറി അല്പം ദൂരോട്ടോടേക്ക് നട്ട് കഴിഞ്ഞാൽ ധാരാളം കായ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഇരിക്കുന്ന സ്വീറ്റ് ചെറി. നമുക്ക് നമ്മുടെ നഴ്സറിയിൽ പിന്നെ ഹോം ഗ്രൗണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയിൽ ധാരാളം സ്റ്റോക്കുണ്ട്. ഏറ്റവും കൂടുതൽ ഹോം ഗ്രൗണ്ട് പ്ലാന്റുകളാണ് നമ്മളുള്ളത്. വലിയ പ്ലാന്റുകൾ മറ്റ് പുറത്തുനിന്നും നമ്മൾ ബഡ് ചെയ്യുന്നത് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഈ കാച്ചിരിക്കുന്ന പ്ലാന്റുകൾ ഇന്നലെ നമ്മുടെ നഴ്സറിയിൽ വന്നിട്ട് ഒരാൾ ഈ 2 പ്ലാന്റ് അവർ സെലക്ട് ചെയ്തതാണ്. ഈ കണ്ടില്ലേ കാച്ചു നിൽക്കുന്ന പ്ലാന്റാണ്. ഇത് കമ്പിളി നാരകം, ഈ കാണുന്നത് ഓറഞ്ച്. ഈ കാച്ചു നിൽക്കുന്ന പ്ലാന്റ് നമ്മൾ അഡീഷണൽ ചാർജ് വാങ്ങാറില്ല, പ്ലാന്റിൻ്റെ പൈസയേ ഉള്ളൂ. ഈ ബാരലിൽ പോട്ടി മിക്സ് ഉൾപ്പെടെ ഞങ്ങൾ നട്ട് വീടുകളിൽ അവർ ആവശ്യപ്പെടുന്ന വീട്ടിൽ നമ്മൾ കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ട് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്ന രണ്ടും. ഈ കാണുന്നത് മിയാസാക്കിയുടെ വലിയ പ്ലാന്റാണ്. ഇത് ഞങ്ങളും ഈ ടൈപ്പ് പ്ലാന്റുകളും ഞങ്ങൾ പ്ലാന്റ് ചെയ്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മിയാസാക്കിയുടെ റെഡ് വെറൈറ്റിയാണ്. ഇത് ഏകദേശം ഒരു 6-7 മാസം കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് കാച്ചു തുടങ്ങും. അത്രയും വലിയ പ്ലാന്റാണ്. മിയാസാക്കിയുടെ റെഡ് വെറൈറ്റി പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ പ്ലാന്റുകളെല്ലാം കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഞങ്ങൾ പ്ലാന്റിൽ വച്ചിരിക്കുന്നതാണ്, അവർക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടി. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ഇത് അബിയുൻ്റെ സാധാ വെറൈറ്റിയാണ്. ഇത് ജൈൻ്റ് അല്ല, സാധാ വെറൈറ്റിയാണ്. എണ്ണം കൂടുതൽ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്നത് മരമുന്തിരിയുടെ കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ഇതെല്ലാം ആയതുകൊണ്ട് നമ്മുടെ മുന്തിരി പോലെ പഴുത്ത് കാച്ചു തുടങ്ങിയതാണ്. ഇത് സപ്പോട്ട, ഇത് നമ്മുടെ മുസാമ്പി, സ്വീറ്റ് മുസാമ്പിയാണ്. ഇത് സ്റ്റാർ ഫ്രൂട്ട്, നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. കൊളസ്ട്രോൾ കുറയാനായിട്ട് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട്. ഇത് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്ലാവുകളാണ്. ഇതൊക്കെ ഈ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്ലാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാരലിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന ആൾ സീസണായിട്ട് കായ്ക്കുന്ന വെറൈറ്റി പ്ലാവാണ്. ഈ കാണുന്നത് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്ലാവാണ്. ഈ നിൽക്കുന്നത് മാവാണ്. ഇത് മാവ് ദാണ്ട ബാരലിൽ വെച്ച് കാച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്കൊരു പഴത്തോട്ടമുണ്ട്. അവിടെ ഏകദേശമുള്ള എല്ലാ ഫ്രൂട്ട് പ്ലാന്റുകളും ഞാൻ നട്ടിട്ടുണ്ട്. അതിൽ ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് ഫ്രൂട്ട് പ്ലാന്റെന്നും പറയാം, നമുക്ക് അത് മറ്റൊരു തരത്തിലും വേണമെങ്കിലും പറയാം. ഇത് അമ്പഴം എന്ന് പറയും. അമ്പഴം, അതായത് ആൾ സീസണായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. എല്ലാ സീസണിലും കാണും. എല്ലാ സീസണിലും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് കുറച്ച് വലിയ കായാണ്. അതിൻ്റെ ശേഷമുള്ള കായാണിത്. ഇതിന് ശേഷമുള്ള അതിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ട്. ഇത് പൂവെന്ന് നിൽപ്പുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അച്ചാറിന് മാങ്ങയേക്കാൾ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു വെറൈറ്റിയാണ് ഈ അമ്പഴം എന്ന് പറയുന്നത്. നമുക്ക് ഈ കണ്ണിമാങ്ങ അച്ചാറിന് ഉപയോഗിക്കാം. മാങ്ങയാണെന്നുണ്ടെങ്കിൽ ചെറിയ പുളി ഉണ്ടാവുമല്ലോ, ഇതിൽ ആ പുളിപ്പ് ഉണ്ടാവില്ല, പക്ഷേ നല്ലൊരു ടേസ്റ്റുമാണ്. എല്ലാ സമയത്തും നമുക്കിത് അച്ചാറിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് അച്ചാറിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബ്രാഹ്മിൺസാണ്. അവർക്കറിയാം ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. ഈ കാണുന്നത് എൻ്റെ വീട്ടിലെ പഴത്തോട്ടത്തിലെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവാണ്. ഇത് ഏകദേശം കാച്ചു തുടങ്ങിയിട്ട് 3 വർഷത്തോളം ആയിപ്പോൾ. വിയറ്റ്നാം സൂപ്പർ എർലിയുടെ ആയിട്ട് 3 പ്ലാവ് എനിക്കുണ്ട്. എനിക്ക് ഒരു വർഷത്തിൽ എല്ലാ സമയത്തും അതിനകത്ത് ചക്ക കിട്ടും. ധാരാളം കായ്ക്കുകയും അവിയലിന് നമുക്ക് ഉപയോഗിക്കാനായാലും പഴത്തിനായാലും നമുക്ക് ധാരാളം എല്ലാ സമയത്തും ആൾ സീസണായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ്. ഇതിൻ്റെ ചെറിയത് നമുക്ക് നഴ്സറിയിൽ 35 രൂപ മുതലുണ്ട്. ഇത് 35 രൂപയുടെ പ്ലാവ് നമ്മൾ നട്ട് ഒരു 7-8 മാസം ആകുമ്പോൾ അത് കാച്ചു തുടങ്ങും. നമുക്കത് ഒരുപാട് പരിചരണമൊന്നും വേണ്ട. നമ്മൾ സാധാരണ ഇത്തിരി വെയിലും മണ്ണളൊക്കെ ഉള്ള സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ആൾ സീസണായിട്ട് കായ്ക്കുന്നതാണ് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ്. എല്ലാവരും ബാരലിലെങ്കിലും, സ്ഥലമില്ലാത്ത ബാരലിലെങ്കിലും വീട് മുറ്റത്ത് ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്ക വാങ്ങാൻ പോകാതെ നമുക്ക് സ്വന്തമായിട്ട് അത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നല്ലതാണ്, നല്ല വെറൈറ്റിയാണ്. ഒരുപാട് പോഷകങ്ങളുള്ള ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ്. ഞാൻ നഴ്സറി തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി ഇതിൻ്റെ തൈകൾ 35 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും നഴ്സറി വരുന്നവർക്കായാലും നമ്മളെ നാട്ടിലുള്ളവർക്കായാലും എല്ലാ വീടുകളിലും ഒരു വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ് വേണമെന്നുള്ള ഒരു മനസ്സിലെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ 35 രൂപ പ്ലാവ് കൊടുക്കുന്നത്. ഈ പ്ലാവിൻ്റെ 35 രൂപയുടെ തൈ നട്ട് നമ്മളൊരു 7-8 മാസം ആകുമ്പോഴത്തേക്ക് കാച്ചു തുടങ്ങും. ചക്ക ഒന്നല്ല, ധാരാളം നിറയെ ചക്ക കായ്ക്കും. നമുക്കത് എല്ലാ ചക്കയും വിട്ട് കഴിഞ്ഞാൽ എല്ലാം വലുതായിട്ട് കിട്ടില്ല. അതിൽ വരുന്ന ഈ ടൈപ്പിലുള്ള ചെറിയ ചക്കകൾ നമ്മൾ ഇടിയക്കയ്ക്ക് വരുമ്പോൾ കുറച്ച് അതിലൊന്ന് പൊട്ടിച്ച് ഇടിയക്കയ്ക്ക് എടുത്തിട്ട് അതിൽ വരുന്ന ആ ഒരു തണ്ടിൽ വരുന്ന ഒരു 3-4 ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ആ ചക്കയുടെ നല്ല ഷേപ്പ് നോക്കിയിട്ട് നല്ല ആരോഗ്യമുള്ള പ്ലാവാണെങ്കിൽ 1-2 ഓരോ തണ്ടിൽ വിട്ട് ഒരു 4-5 ചക്ക വീതം വിടുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഈ ഗ്രീൻസ് നഴ്സറിയിൽ കാച്ചു നിൽക്കുന്ന ഇതുപോലുള്ള വലിയ പ്ലാന്റുകൾ നമ്മുടെ എല്ലാ വീടുകളിലും, വീടിൻ്റെ മുറ്റത്തായാലും വീടിൻ്റെ മുകളിലായാലും ഞങ്ങൾ വന്ന് പ്ലാന്റ് ചെയ്ത് തരുന്നത് ഇതേപോലുള്ള ബാരൽ. ഇതൊരു 20 വർഷത്തോളം ഗ്യാരണ്ടിയാണ്. എയർപോർട്ടാണെങ്കിൽ കുറച്ച് നാളെ ഇരിക്കുള്ളൂ, ഗ്രോ ബാഗ് ആണെങ്കിലും കുറച്ച് നാൾ ആകുമ്പോൾ നശിച്ചു പോകും. ഫൈബർ പോട്ടുകളായാലും കുറച്ച് നാളിരിക്കും. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് ഈ ഓയിൽ വരുന്ന ബാരലാണ്. ഇത് 200 ലിറ്ററിൻ്റെയാണ്. ഇതിൻ്റെ പകുതി ആകുമ്പോഴത്തേക്ക് അത് 100 ലിറ്റർ. നമ്മളതിൻ്റെ കൈപിടിയെല്ലാം ഇട്ട് 2 പേർക്ക് ഈസിയായിട്ട് തൂക്കി മാറ്റത്തക്ക രീതിയിലാണ് നമ്മളതെല്ലാം അറേഞ്ച് ചെയ്തത്. നമ്മൾ നഴ്സറിയിൽ നിന്ന് തന്നെ ഇതിനെല്ലാം നമ്മൾ തയ്യാറാക്കിയ പോട്ടി മിക്സിൽ ഈ നിങ്ങൾ വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ ഏതാണോ അത് നമ്മൾ നിങ്ങളുടെ വീട് സൗകര്യം അനുസരിച്ച് നമ്മളത് വന്ന് സെറ്റ് ചെയ്ത് തരുന്നതാണ്. നമ്മൾ അധിക ചാർജുകളായിട്ട് യാതൊന്നും തന്നെ ഈടാക്കുന്നില്ല. പ്ലാന്റിൻ്റെ പൈസ, നമ്മുടെ പണിക്ക് വരുന്ന ആളുടെ ലേബർ, പോട്ടി മിക്സിൻ്റെ ചാർജ്, പിന്നെ കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ കൂടുതൽ എടുക്കുന്നവർക്ക് ഡെലിവറി ചാർജ് ഞങ്ങൾ വാങ്ങുന്നില്ല.
നമ്മുടെ നഴ്സറിയിൽ നമ്മൾ നടുന്ന പ്ലാന്റ് തറയിൽ നടുന്നതിൻ്റെ ഇരട്ടി ഗ്രോത്തിൽ വളരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയാം, നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിക്കാറില്ല. ഉമി, നെല്ല് വേർതിരിക്കുമ്പോൾ കിട്ടുന്നത് ഉമിയാണ് നമ്മൾ മെയിനായിട്ട് ചെമ്മണ്ണിൽ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. അതായത് അത് പെട്ടെന്ന് ദ്രവിച്ചു പോകാറില്ല. മണ്ണിൽ ചേർന്ന് ചകിരിച്ചോറ് ചീഞ്ഞ് മണ്ണായിട്ട് ചേർന്ന് നമ്മൾ നടുന്ന പ്ലാന്റുകളുടെ വേരിൽ ഫംഗസ് ബാധ വന്നിട്ട് പ്ലാന്റുകൾ ശരിയായിട്ടുള്ള വളർച്ച കിട്ടില്ല, ഓരോ ശിഖരങ്ങളായിട്ട് ഉണങ്ങി തുടങ്ങും. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഉമിയാണ്. ഉമി, സിഡോമോണസ്, എല്ലുപൊടി, വേപ്പമുണ്ണാക്ക് തുടങ്ങിയ ഒരു 7 ഐറ്റം ഞങ്ങൾ ചെമ്മണ്ണിൽ ചേർത്ത് മിക്സാക്കിയാണ് ഈ കാണുന്ന പോട്ടി മിക്സ് നമ്മൾ ബാരലിൽ വെക്കാൻ വേണ്ടിയിട്ട് പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നഴ്സറിയിൽ നിന്ന് ഈ ബാരലിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന പ്ലാന്റുകളെല്ലാം ഇരട്ടി വേഗതയിൽ വളരുകയും നന്നായിട്ട് കായ്ഫലം കിട്ടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾ 200 ലിറ്ററിൻ്റെ ഒരു ബാരലിൽ അബിയു പ്ലാന്റാണ് ഈ വെക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം. നമ്മുടെ പ്രത്യേകം തയ്യാറാക്കിയ പോട്ടി മിക്സാണ്. പോട്ടി മിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് എയർ സർക്കുലേഷൻ കൂടുതലുണ്ടാവും. അതായത് ഉമി കൂടുതൽ വരുന്നതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കെട്ടി നിന്ന് വേരുകൾക്ക് കേടുവരാതെ വെള്ളം വാർന്നു പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ പോട്ടി മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ പ്ലാന്റുകൾ ഇരട്ടി വേഗതയിൽ വളരുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. നമുക്കിത് ഒരു ദിവസം ഏകദേശം 1 കപ്പ് വെള്ളം മതിയാവും. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒരു നേരം നനച്ചാൽ മതിയാവും. അതായത് ആവശ്യത്തിലധികം ഇതിനകത്ത് വരുന്ന വെള്ളം ഇതിൽ നിന്ന് ഉമി ചേർക്കുന്നതുകൊണ്ട് വാർന്നങ്ങ് പോകും. ഇനി ഒരു 2 മാസം കഴിഞ്ഞ് കുറച്ച് ചാണകപ്പൊടിയും ശകല സിഡോമോണസോ അങ്ങനെ എന്തെങ്കിലുമുള്ള സാധനങ്ങളും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. മണ്ണ് കുറച്ച് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്ക് കുറച്ചുകൂടെ കൂടെ താഴുന്നതനുസരിച്ച് കുറവുണ്ടെങ്കിൽ മണ്ണും കൂടെ നമുക്ക് ചേർത്തതിനകത്ത് ചെയ്യാം. പിന്നെ ഇതിൽ ഫംഗസോ പൂപ്പലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂണ് സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡ് ഒരു മരുന്നുണ്ട്. ആ പൊടി ആ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ഇലകളിലും തണ്ടിലും ഈ മുട്ടിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫംഗസ് ബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. നല്ല ഗ്രോത്തായിട്ട് പ്ലാന്റുകൾ ഏതായാലും വളർന്നു വരികയും ചെയ്യും. ഞാനീ പറയുന്ന രീതിയിലാണ് പ്ലാന്റുകൾ ഡ്രമ്മിൽ നട്ട് സംരക്ഷിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് കായ്ക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മുടെ നഴ്സറിയിൽ ബാരലിൽ നട്ട് സംരക്ഷിക്കുന്ന അബിയു കാച്ചിരിക്കുന്നുണ്ട്. ഒരു 10ഓളം കായ ഇതിനകത്തുണ്ട്. ഇത് കണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് എത്ര കായ നോക്കി, 10ൽ കൂടുതൽ കായ ഇതിനകത്ത് കാച്ചി നിൽപ്പുണ്ട്. ഇതെല്ലാം അബിയു ആണ്. ഇത് നിബിൾ വെറൈറ്റി അബിയു ആണ്. അബിയുടെ ഒരു 6-7 വെറൈറ്റി ഉണ്ട്. അതിൽ നിബിൾ വെറൈറ്റി എന്ന് പറയുന്ന അബിയാണ് ഈ കാച്ചു നിൽക്കുന്നത്. ഒരു ചെടിയിൽ തന്നെ 10ഓളം കായ ഇതിനകത്ത് കാച്ചി. ഇതിലെല്ലാം നിറച്ച് കായായിട്ട് നിൽക്കുന്ന അബിയു ആണ് ഈ കാണുന്നത്. ഇതെല്ലാം നമ്മൾ ബാരലിൽ നട്ട് സംരക്ഷിക്കുന്ന അബിയു ചെടിയാണ്. നമുക്കിന്ന് നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും ചിലവുള്ളൊരു വെറൈറ്റി നാരകമാണ് ഈ കാണുന്ന സീഡ്ലെസ് നാരകം. ഇതെല്ലാം നമുക്കിവിടെ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം ധാരാളം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഈ നാരകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് വിദേശിയാണ്. വിദേശത്ത് ഏറ്റവും കൂടുതൽ ജ്യൂസിന് ഉപയോഗിക്കുന്ന നാരകം ഇതാണ്. കുരുവില്ല, തോടും കൂടെ കട്ടിയിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് ഭയങ്കര മണവുമാണ്, ടേസ്റ്റാണ്. വലിയ മരമാവില്ല. ഇത് ആൾ സീസണാണ്. നമുക്ക് സാധാ നാരങ്ങ കാർബൈഡ് വെച്ച് പഴിപ്പിച്ചതേ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുള്ളൂ സീസൺ ഇല്ലാത്ത സമയത്ത്. ഇതിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും നാരങ്ങ കായ്ക്കും. നമുക്ക് ചെടി പോലെ വലിയ മരമാകാത്തത് കൊണ്ട് ചെടി പോലെ എല്ലാ വീടുകളിലും ഓരോന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി നാരകമാണ് ഈ സീഡ്ലെസ് നാരകം. കറി വയ്ക്കാനായാലും ജ്യൂസിനായാലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ഈ സീഡ്ലെസ് നാരകം. ഇത് ഞങ്ങൾ ബാരലിൽ നട്ട് വീടുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. തുച്ഛമായ പൈസയുള്ളൂ. നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ പോട്ടി മിക്സിൽ ബാരലിൽ നമ്മൾ പ്ലാന്റ് ചെയ്ത് ആവശ്യക്കാർക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ എവിടെയും ഞങ്ങൾ വീടുകളിൽ അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ റേറ്റേ ഉള്ളൂ. ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ വന്ന് നമുക്കത് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് പ്ലാൻ ചെയ്ത് വീട്ടിൽ കൊണ്ടെത്തിച്ചേരും. ഇതേപോലുള്ള കാച്ച ധാരാളം പ്ലാന്റുകൾ, ഫ്രൂട്ട് പ്ലാന്റുകൾ ധാരാളം നമ്മുടെ നഴ്സറിയിലുണ്ട്. ചെടികളില്ല, ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രം വിൽക്കുന്ന നഴ്സറിയാണ് നമ്മുടെ നഴ്സറി. നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ ബാരൽ കൈപിടി എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യ അനുസരണം ഉള്ള ഹോള് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പോട്ടി മിക്സ് നമ്മൾ മിക്സാക്കിയത് ആദ്യം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ കവർ കീറി നമ്മൾ ആ പ്ലാന്റിനെ ഇതിനകത്ത് ഇറക്കും. നമ്മുടെ ഈ നഴ്സറിയിലെ ഫ്രൂട്ട് പ്ലാന്റുകൾ ഇത്രയും എനർജിയായിട്ട് നിൽക്കുന്നതിന് കാരണം നമ്മൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സിൻ്റെ പ്രത്യേക ഒരു രീതിയിലാണ്. അത് ഒന്ന് വിശദീകരിക്കാം. പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴത്തേക്കും നമ്മൾ ചുമന്ന മണ്ണാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് ചകിരിച്ചോറ് നമ്മൾ ഉപയോഗിക്കാറില്ല. ചകിരിച്ചോറിൻ്റെ ഊറ, അതായത് ഒരു കറ തേലോളം പോലത്തെ ആ രീതിയിലായിരിക്കും. അത് നമ്മുടെ പ്ലാന്റുകൾക്ക് അത്ര നല്ലതല്ല. അത് കുറച്ച് കഴിയുമ്പോൾ മണ്ണുമായിട്ട് ചീഞ്ഞ് ചെളി ആയിട്ട് അതിൻ്റെ വേരിൽ ഫംഗസ് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉമിയാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. അതായത് ചുമന്ന മണ്ണ്, ഉമി, എല്ലുപൊടി, വേപ്പമുണ്ണാക്ക്, സിഡോമോണസ് തുടങ്ങിയ ഒരു 7 ഐറ്റങ്ങൾ നമ്മൾ പോട്ടി മിക്സിൽ തയ്യാറാക്കിയാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അതാണ് നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റുകളും കവർ മാറുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ബാരലിൽ നട്ടുകൊടുക്കുന്ന ബാരലിൽ അതാണ് ഫില്ല് ചെയ്യുന്നത്. ഉമി ആകുമ്പോഴത്തേക്ക് അത് ദ്രവിച്ച് മണ്ണുമായിട്ട് പെട്ടെന്ന് ചേരില്ല. നമുക്കതിനകത്ത് എയർ സർക്കുലേഷനും വെള്ളം വാർന്നു പോകാനും എല്ലാത്തിനും ഏറ്റവും നല്ലൊരു പോട്ടി മിക്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് ഉമി നമ്മൾ ധാരാളം ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പോട്ടി മിക്സ് നമ്മൾ ഈ ബാരലിനകത്ത് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വയ്ക്കാൻ പോകുന്ന ഈ സീഡ്ലെസ് നാരകത്തിൻ്റെ കവറ് പൊളിച്ച് മാറ്റി ഇതിനകത്ത് ഇറക്കി വയ്ക്കും. നമ്മുടെ ഈ സീഡ്ലെസ് നാരക ഈ ബാരലിൽ വെച്ചത് 100 ലിറ്ററിൻ്റെ ബാരലാണിത്.
100 ലിറ്ററിൻ്റെ ബാരൽ ഇത്രയും പോട്ടി മിക്സ് ഫില്ല് ചെയ്തിട്ടും ഈസിയായിട്ട് 2 പേർക്ക് തൂക്കി നമ്മുടെ ഇഷ്ടാനുസരണമുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പോട്ടി മിക്സിന് വലിയ വെയിറ്റ് ഇല്ല. നമ്മൾ ഉമി ചേർത്ത് മിക്സ് ചെയ്യുന്നതുകൊണ്ട് പോട്ടി മിക്സിന് വലിയ വെയിറ്റ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ബാരൽ ഇത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ഇനി ഒരു 2 മാസം കഴിഞ്ഞിട്ട് കുറച്ച് ചാണകപ്പൊടിയോ ഒരു 5-6 തരി ഫാക്ടംബോസ് വളമോ ഇതിൽ ഫംഗസോ പൂപ്പൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗിസോടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ദിവസവും ഒന്ന് വെള്ളം നനയ്ക്കുക. കൂടുതൽ പരിചരണമൊന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. ആൾ സീസണാണ്. എല്ലാ സമയത്തും നമുക്ക് ഇതിനകത്ത് നാരങ്ങ കിട്ടും. ഈ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ ഡ്രമ്മിൽ എങ്ങനെ കായ്ക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന സീഡ്ലെസ് നാരകം ഒരു 3 മാസം മുന്നേ ഞങ്ങൾ നമ്മുടെ നഴ്സറി ഡിസ്പ്ലേക്കായിട്ട് ബാരലിൽ വച്ച് കായ്ച്ചതാണ്. എത്ര കായുണ്ടെന്ന് നോക്കിയേ. ഏകദേശം ഒരു ഇലയുടെ പകുതിയോളം ഇതിനകത്ത് കായുണ്ട്. ഇത് നമ്മൾ ഇത്തരത്തിലാണ് ബാരലിൽ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ബാരലിൽ വെച്ച് ഇതേപോലെ കായ്പ്പിച്ച് തരും. ഗ്യാരണ്ടിയാണ്. ഒരു കൊലയിൽ ഒരു 10, 12, 15 എണ്ണത്തോളം ഒരു കൊലയിൽ കായ്ക്കും. എണ്ണം കുറച്ച് കായ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ വലിപ്പം കൂടുതലായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഡിസ്പ്ലേക്കായിട്ട് നമ്മുടെ നഴ്സറിയിൽ വെച്ചിരിക്കുന്ന ഒരു സീഡ്ലെസ് നാരകമാണ്. ഇത് ഒരു അലങ്കാര ചെടി പോലെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കുകയും ചെയ്യാം. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് ബാരൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഈ സീഡ്ലെസ് നാരകം. ഈ നാരകം നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് ഇത് കണ്ടിട്ടാണ് ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നവർ. മിക്ക ആൾക്കാരും ഒരു നാരകമെങ്കിലും എടുക്കാതെ പോകുന്നില്ല. തറയിൽ നടാൻ പറ്റുന്നവർ തറയിൽ, ബാരലിൽ വയ്ക്കാൻ പറ്റുന്നവർക്ക് നമ്മൾ ബാരൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നഴ്സറിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ ഈ നഴ്സറിയിൽ അത്യാവശ്യം നമുക്ക് ഓരോ ഫ്രൂട്ട് പ്ലാന്റ് ചേർക്കേണ്ടതായ മരുന്നുകളും അതിന് ഉപയോഗിക്കേണ്ടതായ പോട്ടി മിക്സ്, ഇൻഡോർ പോട്ട്, ഔട്ട്ഡോർ പോട്ട്, ഇങ്ങനെ ഇതെല്ലാം ധാരാളമുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ നമുക്ക് ഏറ്റവും പുതുതായിട്ട് വരുന്ന വെറൈറ്റി ഇൻഡോർ പോട്ടുകൾ നമുക്ക് ധാരാളമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് തിരിനനയുള്ള ഒരു ഇൻഡോർ പോട്ടാണ്. അത് വെള്ളം ഈ ബേസിൽ ഒഴിച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് പ്ലാന്റ് നട്ട് വെള്ളം നനയ്ക്കാതെ നമുക്ക് വീട്ടിനകത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന പോട്ടുകളാണ്. ഇതിൻ്റെ വിവിധ കളറിലും വിവിധ സൈസിലും ഉള്ളതുണ്ട്. അതിൻ്റെ ധാരാളം പുതിയ വെറൈറ്റികളിൽ പെടുന്ന ഇൻഡോർ ഔട്ട്ഡോർ പോട്ടുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. അതിൻ്റെ ഫൈബറിലുള്ളതുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഫൈബർ പോട്ടുകൾ നമ്മുടെ നഴ്സറിയിൽ ചെറുതും വലുതുമായിട്ട് ധാരാളമുണ്ട്. നമുക്കൊരു വീട്ടിൽ വെജിറ്റബിൾസ് കൃഷിക്കായാലും ചെടികൾക്കായാലും അതിനെ പരിചരിക്കേണ്ടതായ ടൂൾസുകൾ അതിൻ്റെ എല്ലാ വെറൈറ്റികളും നമ്മുടെ നഴ്സറിയിലുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള മൺവെട്ടി, ചെറിയ പിക്കാസ്, മൺകോരി, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. റംബുട്ടാൻ പോലുള്ള ചെടികളുടെ ശിഖരങ്ങൾ പ്രൂൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കട്ടറാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ കുറേ വെറൈറ്റികളിൽ പെട്ട ടൈപ്പ് ഉണ്ട്. ചെറുത് വലുതായിട്ടുള്ള പല വെറൈറ്റിയും നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇത് ചെറിയ കട്ടറും ഉണ്ട്. നമ്മുടെ ഈ ഗ്രീൻസ് നഴ്സറിയിൽ സീഡിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിപ്പെട്ട എല്ലാ വെജിറ്റബിൾസിൻ്റെ വിത്ത്, അതിൻ്റെ എല്ലാ വെറൈറ്റിയും, അതായത് ചീരയുടെയാണ്. ചീരയുടെ ഒരു 3-4 ചീരയുടെ വിത്തുണ്ട്, വെറൈറ്റി വിത്തുകളുണ്ട്. കത്തിരിയുടെ ഉണ്ട്, ആനക്കൊമ്പ വെണ്ട, അങ്ങനെ തുടങ്ങിയ എല്ലാ വെജിറ്റബിൾസിൻ്റെയും സീഡ് നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. നമ്മുടെ ഇവിടെ ഗ്രീൻസ് നഴ്സറിയിൽ നിന്ന് കൊടുക്കുന്ന ഓരോ ഫ്രൂട്ട് പ്ലാന്റ് ഏത് ചെറുതായാലും വലുതായാലും കൊടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അതിന് ചേർക്കേണ്ടുന്ന വളം, അതിൻ്റെ നിശ്ചിത അളവ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതിയും അതിന് വേണ്ടുന്ന വളം ഞങ്ങളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, അതിന് വേണ്ടുന്ന സിഡോമോണസ്, അതിന് ചേർക്കേണ്ടതായ വളം എല്ലാം നമുക്കിവിടെ ധാരാളമുണ്ട്. അതെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ ഗ്രോ ബാഗിൻ്റെ കുറേ വെറൈറ്റികളുണ്ട്. ഇത് നമുക്ക് വെള്ള വെജിറ്റബിൾസിന് ഒക്കെ ഉപയോഗിക്കുന്ന വെള്ള ടൈപ്പ് ഗ്രോ ബാഗാണ്. ഈ ഗ്രോ ബാഗാണെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാണ്. ഒരു 6-7 വർഷം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. വലിയ മാവ്, പ്ലാവ് അങ്ങനെയുള്ളതൊക്കെ നടാൻ പറ്റുന്ന ഏറ്റവും വലിയ ടൈപ്പ് ഗ്രോ ബാഗ് നമുക്കിവിടെ നഴ്സറിയിൽ ധാരാളം സെയിലിനായിട്ടുണ്ട്. നമുക്ക് ഈ വെറൈറ്റി ഗ്രോ ബാഗിൻ്റെ ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൻ്റെ ഏറ്റവും വലുതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. അതായത് നമുക്ക് മാവ്, പ്ലാവ്, വാഴ ഇതൊക്കെ നമുക്ക് ഇതിനകത്തായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. ഒരു 6-7 വർഷം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ഗ്രോ ബാഗാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചെറുതും വലുതും ധാരാളം ഉണ്ട് നമ്മുടെ നഴ്സറിയിൽ സെയിലിനായിട്ട്. ഇപ്പോൾ ഈ ഡ്രമ്മിൽ വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ടൈപ്പ് ഗ്രോ ബാഗ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 വർഷം കേടുകൂടാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. നമ്മുടെ നഴ്സറിയിൽ യാതൊരു മായം ചേർക്കലും ഇല്ലാത്ത ചെറുതേന്, പെരുന്തേന്, ഇങ്ങനെയുള്ള തേനിൻ്റെ വെറൈറ്റികളുണ്ട്. അതായത് ഇത് ശരിക്കും നമ്മുടെ വലിയൊരു ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിൽ പോളിനേഷന് വേണ്ടിയിട്ട് അവിടെ വച്ചിരിക്കുന്ന കൂട്ടിലുള്ള ഒറിജിനൽ തേനാണ്, യാതൊരു മായവുമില്ല. എൻ്റെ പേര് പ്രിയദർശൻ എന്നാണ്. ഞാൻ ഈ പല സ്ഥാപനത്തിൽ നിന്നും പ്ലാന്റുകൾ വാങ്ങാറുണ്ട്. പക്ഷേ അവിടെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള പല വെറൈറ്റികളും ഇവിടെ കാണുന്നുണ്ട്, പഴച്ചെടികൾ. പിന്നെ ഞാൻ മിയാസാക്കി എന്ന് പറയുന്നത് പലയിടത്തും ചോദിച്ചിട്ട് കിട്ടാറില്ല. ഇവിടെ 2 കളറുണ്ട്, റെഡും ഉണ്ട്, പിങ്കും ഉണ്ട്. സാമാന്യം തരക്കേടില്ലാത്ത വിലയ്ക്കാണ് തരുന്നത്. എൻ്റെ പേര് ശിവകുമാർ എന്നാണ്. ഞാൻ പള്ളിച്ചൽ പഞ്ചായത്തിൽ ഭഗവതിയുടെ എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്.
ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ പ്ലാന്റ് വളരെ ഇഷ്ടമായി. നല്ല സഹായത്തിന് ചെടികൾ കിട്ടുകയും ചെയ്തു. കൂടെ ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ സഹോദരിയാണ്. ഭാര്യയുടെ പേര് ശിവപ്രിയ, സഹോദരിയുടെ പേര് പുഷ്പ. വന്ന് എല്ലാ വെറൈറ്റി ടൈപ്പുകളെല്ലാം കണ്ടു ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേയൊക്കെ എടുത്തായിരുന്നു. നഴ്സറിയും കൊള്ളാം. വിലകളും വലിയ കുഴപ്പമില്ല, ഒരു മിതമായിട്ട് തരുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. വരും. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിക്കര താലൂക്കിലെ അമരവള റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അമരവള ചെക്ക് പോസ്റ്റ് റെയിൽവേ സ്റ്റേഷന് അടുത്താണ്. അമരവള ചെക്ക് പോസ്റ്റ് NH നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലോട്ട് വരുമ്പോൾ കണ്ണൻകുഴി എന്ന് പറയും. അവിടെയാണ് അമരവള റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ നഴ്സറി. ആ റെയിൽവേ ക്രോസിൻ്റെയും ഒരു വയലിൻ്റെയൊക്കെ തൊട്ടടുത്താണ് നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്.